അടുക്ക പലതേ അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയൊക്കെയാണല്ലോ ആ ഒരു വലിയൊരു ദൗത്യമാണല്ലോ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത്. കൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഉണ്ടല്ലോ. പക്ഷെ നോക്കൂ, ഇവിടെ എല്ലാം നമ്പർ 1 ആണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്ന അമേരിക്കയിലേക്കാണ് സർ. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളും അവർക്ക് മനസ്സിലായി കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ജോലിയൊന്നും കിട്ടില്ല. ഇവിടെ ജോലി കിട്ടുന്നത് പാർട്ടിക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെയാണല്ലോ. അങ്ങനെ ഉള്ള നിയമനങ്ങൾ ഒരുപാടുണ്ട്, നമ്മളത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കുറ്റം പറയാൻ പറ്റുമോ സാർ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയല്ല ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഈ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ പറ്റും തോന്നുന്നുണ്ടോ താങ്കൾക്ക്? യെസ് 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 ഞാൻ പ്രിൻറ്റുവിലേക്ക് പോവാണ്. പ്രിൻറ്റു, ഈ ചോദ്യം പ്രിൻറ്റുവിന് ഞാൻ ഇട്ട് തന്നിരിക്കുകയാണ്. പ്രിൻറ്റു, മറുപടി. തീർച്ചയായും നമുക്കറിയാം, കേരളത്തെ മുച്ചൂട് മുടിക്കാൻ ഇറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വൈറസാണ് സത്യത്തിൽ പിണറായി വിജയൻ. ഈ കേരളം H1N1, കോവിഡ്, പശുപ്പനി, പന്നിപ്പനി തുടങ്ങിയുള്ള വൈറസുകളൊക്കെ നേരിട്ട് അതിനെ വിജയിച്ച ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും തകർക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് വൈറസായിട്ടുള്ള പിണറായി വിജയൻ, നമുക്കറിയാം ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മന്ത്രിസഭയുടെ വിലാപയാത്രയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഈ വിലാപയാത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഇത് അവസാനിച്ചത്. ഇപ്പം നമ്മൾ കാണുന്നത് ഓരോ വിഭാഗത്തെയും തെരഞ്ഞു പിടിച്ച് വീണ്ടും വീണ്ടും കൊല്ലാക്കൊല ചെയ്യുന്നു. ഇന്ന് സത്യത്തിൽ നമ്മൾ കോഴിക്കോട് കണ്ടത് കേരളത്തിലെ 2000-ഓളം വിദ്യാർത്ഥികളെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് 60ഓളം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ നിന്ന് നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അനുവാദമൊന്നും വിദ്യാർത്ഥികൾക്കില്ല. മുൻകൂട്ടിയിട്ട് ഈ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ആ ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് എഴുതി ചേർത്തിട്ടുള്ള, അതായത് നമുക്കിപ്പം ഈ പൊതുവെ നരേന്ദ്രമോദിയുടെ ഒക്കെ ഈ പരിപാടികൾക്കകത്ത് ഈ സ്പോട്ടായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഈ മോഡിയെ പോലുള്ള ആളുകൾ മറുപടി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ അതൊക്കെ കണ്ടിട്ടായിരിക്കാം ഈ പിണറായി വിജയൻ അതിൻ്റെ ഒരു മോഹം കൊണ്ടായിരിക്കും ഇത്തരത്തിൽ 60ഓളം ചോദ്യങ്ങൾ മുൻകൂട്ടി കൊടുക്കുന്നു. ആ ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കി പഠിച്ചുകൊണ്ട് പിണറായി വിജയൻ വരുന്നു. അങ്ങനെ ഒരു വളരെ പ്രഹസനമാക്കിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും അപമാനിക്കുന്ന തരത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ള ഒരു പരിപാടി. ഈ പരിപാടി സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിനകത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, വിജ്ഞാന സമ്പദ്ഘടനയുടെ വികാസം. അപ്പൊ ഈ വാക്കുകൾക്കൊന്നും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകാറില്ല. ഈ വിജ്ഞാന സമ്പദ്ഘടനയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ നഞ്ച് മേടിക്കാൻ പോലും പണമില്ലാത്ത പിണറായി വിജയനാണ് വിജ്ഞാന സമ്പദ്ഘടനയെ കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കറിയാലോ, ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ഇദ്ദേഹം നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയും ധൂർത്തും. ശരാശരി ഒരു മണ്ഡലത്തിൽ നിന്ന് 10 കോടി രൂപയാണ് സാർ പിരിച്ചിട്ടുള്ളത്. ഇതിന്റെ കണക്കുകളൊന്നും ഇവർ പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ 1400 കോടി രൂപയുടെ അഴിമതിയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതിന് കണക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കണക്ക് ഇവർ പറയുന്നില്ല. ഇവർ പറയുന്നത് 50 ലക്ഷമാണ്, 1 കോടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരാവകാശ പ്രകാരം കണക്ക് ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ കണക്ക് നൽകാൻ കളക്ടർമാർക്കാവുന്നില്ല. ഈ നോക്കൂ, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കളക്ടർമാരെ പിരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഒരു സംസ്ഥാന സർക്കാരാണ് ഈ കേരളത്തിൻ്റെത്. അപ്പൊ അതും കഴിഞ്ഞു. ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവന്റെ ഭാവി ജീവിതത്തെ അതിന് ഉത്തരം കിട്ടിയില്ല, തന്നിട്ടില്ല. അതെ സാർ, കിട്ടില്ല, ഒരു സ്ഥലത്തും കിട്ടില്ല സാർ. കാരണം ഈ യാത്ര നടത്തുന്നത് തന്നെ പിണറായിന്റെയും പരിവാരങ്ങൾക്കും അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മന്ത്രിമാരുടെ TA എഴുതി കൊടുക്കുന്നതിൽ ഇവർ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ. മന്ത്രിമാരുടെ വരവ് ചെലവുകൾക്ക് യാതൊരു വീഴ്ചയും വരുത്തിയിട്ടുള്ളല്ലോ. സാധാരണക്കാരായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്തു ഇവര്. അതിനപ്പുറത്തേക്ക് ഇതിന് കൃത്യമായിട്ട് ഒരു കണക്കില്ലാതെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു യാത്ര. അതുമാത്രമല്ല, ഇന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിലെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. 2022 ആഗോള യൂണിവേഴ്സിറ്റികളുടെ നിലവാരവുമായി ബന്ധപ്പെട്ട കണക്കിനകത്ത് ആദ്യത്തെ 600 യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇന്ന് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കേരളത്തിൽ നിന്ന് 35,000 പേരാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്ക ചോർച്ച എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മളുടെ കേരളത്തിന്റെ ഒരു ശരാശരി ഒരു +2 വരെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒരു ബാധ്യത എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. നമുക്കറിയാം, സ്കൂളിലെ അധ്യാപകർക്കുള്ള ശമ്പളം അടക്കം. അങ്ങനെ കൊടുത്തു പഠിപ്പിച്ച് 21 വയസ്സുമായ യുവാവ് ജോലി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഒന്ന്, മസ്തിഷ്ക ചോർച്ച ഇവിടെ സംഭവിക്കുന്നു. 2, 35,000 വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്.
അപ്പോൾ ധനകാര്യ ചോർച്ച നടക്കുന്നു, മസ്തിഷ്ക ചോർച്ച നടത്തുന്നു. എന്നിട്ട് പിണറായി വിജയന്റെ ഗീർവാണത്തിന് ഒരു കുറവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവപരമായി എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ പോകുന്നത്? അവിടെ പോയിട്ട് നമുക്കറിയാം, നമ്മൾ ഈ മലയാളിയുടെ പ്രവാസത്തിന്റെ ചരിത്രത്തിന് നൂറുകണക്കിന് വർഷത്തെ പാരമ്പര്യമുണ്ട്. അന്നൊക്കെ പോയിരുന്നത് ഈ കേരളത്തിലേക്ക് അവന്റെ ഗൾഫിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് ജോലി നേടി ആ പണം ഈ നാട്ടിലേക്ക് അയക്കാനായിരുന്നു പോയിരുന്നത്. ആ ഗൾഫിൽ മലയാളികൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ആഗോള ഇൻഡെക്സിലൊക്കെ കേരളം മുന്നോട്ട് വരാനുള്ള കാരണം. ഇന്ന് മലയാളി വിദ്യാർത്ഥികൾ പോകുന്നത് കേരളത്തിലേക്ക് തിരിച്ചു വരാനല്ല. നമ്മൾ മനസ്സിലാക്കണം, അവർ പോകുന്നതിനാണ് അവന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ, അവന്റെ ജോലിക്കനുസൃതമായി കൂലി ലഭിക്കാൻ അവൻ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിച്ചതാരാണ്? ഈ പിണറായി വിജയന്റെ 7 വർഷം കൊണ്ടാണ് ഇപ്പോൾ നോക്കൂ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ UK ഒരു കാലഘട്ടത്തിൽ ചൈനീസ് വിദ്യാർത്ഥികളുടെ ഒഴുക്കാനുണ്ടായിരുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികളാണുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് 2000-ഓളം വിദ്യാർത്ഥികളെ വെച്ച് 60 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്തിനാണ് ഈ പ്രഹസനം നടക്കുന്നത്? ഇത് കൃത്യമായ കണക്കാണ്. 2000 വിദ്യാർത്ഥികൾ വന്നു, ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് എത്ര? 2000 രൂപ. അപ്പൊ 2000 വിദ്യാർത്ഥിയുടെ ചെലവ് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിരിച്ച ആ പണത്തിന്റെ കണക്കുകൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഹാജരാക്കേണ്ട സമയത്ത് കണക്ക് പറയാനുള്ള ഒരു പദ്ധതിയാണ്. നോക്കൂ, ഇനി അടുത്ത് നടക്കുന്നത് തൃശ്ശൂരിൽ സാംസ്കാരിക മേഖലയിലെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു സമ്മേളനം ലുലുവിലാണ് നടക്കുന്നത്. ലുലു മാൾ പോലെയുള്ള ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. അപ്പൊ ഹൈടെക് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഞാൻ പറയാം കൊള്ളാമെന്ന്. അപ്പോൾ ആ സാംസ്കാരിക നായകരുമായിട്ടുള്ള സമ്മേളനം നമ്മുടെ സച്ചിദാനന്ദനും നമ്മുടെ സുനിൽ പി ഇളയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അവരായിരിക്കും ഒരു പക്ഷേ ചർച്ച നയിക്കുക. മുഖ്യമന്ത്രിയുടെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്ന അവരായിരിക്കും. തീർച്ചയായും എന്ന് പറയുമ്പോൾ ക്ഷമിക്കണം കേട്ടോ പ്രിന്റോ. തീർച്ചയായും അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ ഒരു മിനിറ്റ് CPM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ മുൻപില്ല ഒരു ലെനിൻ സെന്റർ പണിയുന്നതിന് മുമ്പുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട്, കാനൻ ഷെഡ് റോഡിലുണ്ട്. അത് AP വർക്കി സ്മാരക ഓഫീസ് എന്തോ ആയിരുന്നു. താഴെ CAT ഓഫീസ്, മുകളിലായിരുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ്. 2 ബെഞ്ച്, ഒരു കസേര, ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്നൊക്കെ നമ്മളുടെ വീട്ടിലും പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഒക്കെ ഫർണിച്ചർ മാറും. ഇപ്പോൾ ബൽദേവ് സാറ് പറഞ്ഞില്ലേ, അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പം ഡ്രഗ്സ് അന്നും ഉണ്ടായിരുന്നു എന്ന്. വളരെ ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴുള്ളത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യകാലം തൊട്ട് കൊലപാതകവും വഞ്ചനയും ബലാത്സംഗവും ഒക്കെ പണ്ടുമുണ്ട്, ഇപ്പം അത് കൂടിയെന്ന് പറഞ്ഞ എല്ലാം വളരെ ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം ഡ്രഗ്സിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലേ, ഞാൻ പഠിക്കുമ്പോൾ കോളേജിലെ ഗേൾസ് ഒന്നും ഡ്രഗ്സ് എടുക്കുന്നതോ ബിയർ കുടിക്കുന്നോ. ഇന്ന് അതൊക്കെ പബ്ലിക്കലി എല്ലാ പെൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ പിണറായി വിജയൻ വന്നിട്ടല്ല ഡ്രഗ്സിൻ്റെ ഡീലിങ്സ് കൂടിയെന്ന്. ഈ 10-15 വർഷമായിട്ട് ഇത് കൂടുതൽ തന്നെയാണ്. അത് ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചപ്പോഴായാലും പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും കൺട്രോൾ ചെയ്യാണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ഉന്നതിനെ പറ്റി പറയാനായിട്ടൊരു ഈ 18 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ മുടക്കി ക്രിസ്ത്യൻ കോളേജ് സംഘടിപ്പിച്ച്, അത് ക്രിസ്ത്യൻ കോളേജ് തന്നെ, കോഴിക്കോട് വേറെ എത്രയോ കോളേജ് ഉണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. എന്നുവെച്ചാൽ സ്റ്റുഡൻസിനെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തേണ്ട കാര്യമല്ല കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ. അതിന് പകരം വേറെ ഹോൾസ് ഒക്കെ റെന്റിന് എടുക്കാവുന്ന കാര്യമാണ്. ക്രിസ്ത്യൻ കോളേജ് തന്നെ എടുത്തത് ഇനി ഇലക്ഷൻ വരുമല്ലേ, അച്ഛന്മാരുമായിട്ടൊക്കെ ഒന്ന് കൂട്ടാകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്താണോ എന്ന് അറിയത്തില്ല. കോഴിക്കോട് വേറെ എത്രയോ കോളേജുണ്ട്. സംശയം തന്നെയല്ല, അത് ഉറപ്പ് തന്നെയാണ്. ക്രിസ്ത്യൻസിന് ഇപ്പോൾ കുറേ അകൽച്ചയുണ്ട് CPM-നോട്. അവർക്ക് കുറച്ച് അടുപ്പം BJP-യോടും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം 2 മാസമേ ഉള്ളൂ കഷ്ടിച്ച ഇലക്ഷന്. പിന്നെ ഇപ്പോൾ വീണ വിജയന്റെ സ്കാം, അതിന് എന്നുള്ളൊരു ഡൈവേർഷനും കൂടിയാണ് ഇപ്പൊ ഈ കുട്ടികളെയും കണ്ട് നടക്കുന്നത്. അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് വിദേശത്ത് നിന്ന് കുട്ടികളെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞത് അതെന്ത് കണ്ടിട്ട്? CN മോഹന്റെ മോള് ഇപ്പൊ പോയിട്ട് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ മോള് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. എനിക്ക് ആ കുട്ടിയെ അപ്രീഷിയേറ്റ് അർപ്പിക്കുന്ന ഫോട്ടോ കൂടി അല്ല, ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഉഴപ്പി നടന്നൊന്നും ഇല്ലല്ലോ. SFIയുടെ പുറകെ നടന്നില്ല, സമരം ചെയ്യാൻ നടന്നിട്ടില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നിട്ടില്ല. പാരൻസിന് പഠിപ്പിക്കാൻ തയ്യാറായപ്പോൾ ആ കുട്ടി പഠിച്ചല്ലോ, പാസ്സായി. അവിടെ പോയി വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പഠിച്ചാലല്ലേ ആ ഗ്രാജുവേഷൻ അവിടെ നിന്ന് കിട്ടുള്ളൂ. ഇവിടത്തെ പോലെ മാർക്കിട്ട് കൊടുക്കാൻ അവിടെ CPM-കാരൊന്നും ഇല്ലല്ലോ. ആ കുട്ടിയെ ഞാൻ കൺഗ്രാജുലേഷൻസ് തന്നെ പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നുവെച്ചാൽ ഇവര് ചെയ്യുന്നത്
ഇവരെന്ന് പറയുമ്പം ഞങ്ങളുടെ വീട്ടിലും എൻ്റെ ബ്രദേഴ്സ് SFI എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഞാൻ നടന്നിട്ടൊന്നും ഇല്ല, എനിക്കിഷ്ടമില്ലായിരുന്നു. ചേച്ചി ഒട്ടും പോയിട്ടില്ല, SFIയുടെ കാര്യത്തിനേ പോയിട്ടില്ല. എന്ന് വെച്ചാൽ അയാൾ ഒരിക്കലും രാഷ്ട്രീയമുള്ള കോളേജിൽ പഠിച്ചിട്ടും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയല്ലേ മിക്ക നേതാക്കന്മാരുടെ മക്കളും, TK രാമകൃഷ്ണൻ്റെ മക്കള്, അങ്ങനെ പണ്ടുണ്ടായിരുന്ന നേതാക്കന്മാരുടെ മക്കളും. അത് ഇപ്പോഴത്തെ വീണ തൈക്കണ്ടി, എന്താണ് അവരുടെ ഫുൾ നെയിം എനിക്കറിയില്ല കേട്ടോ. വീണ വിജയൻ എന്നും പറഞ്ഞ് തൈക്കണ്ടി എന്നും പറയണ്ട, എനിക്കറിയില്ല. ആ പേര് ഈയിടെയാണ് കേൾക്കണം, തൈക്കണ്ടി എന്നുള്ള വീട്ടുപേരൊക്കെ ഞാനിപ്പോഴാണ് കേൾക്കണത് തന്നെ. അവരൊക്കെ പോയതായിട്ടൊന്നും നമ്മൾക്കറിയില്ല. SFIയുടെ വേറെ എല്ലാവരും സാധാരണക്കാർ കുട്ടികളെയാണ് ഇവർ പിടിച്ച് കൊണ്ടുനടന്ന് ഒരു വശത്ത് സമരത്തിന് കൊണ്ടുപോവുക, ഒരു വശത്ത് കള്ളും കഞ്ചാവുമായിട്ട് നടക്കുക. എന്നിട്ട് അവരുടെ മക്കളെ എല്ലാം പുറത്ത് വിട്ട് പഠിപ്പിക്കുക, അവരെ സേഫ് സോണിൽ എത്തിക്കുവാണ് നേതാക്കന്മാർ. അല്ല, അവരുടെ കയ്യിൽ നിന്ന് കാശെടുത്തല്ല പഠിപ്പിക്കുന്നത്. അത് വേറൊരു വശം. സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ബൂർഷകളുണ്ട്. പിന്നെ പാർട്ടി തന്നെ ബൂർഷ ആയില്ലേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഹൈടെക് ആയി എന്ന് പറഞ്ഞപ്പം ഞാൻ അതൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി കേട്ടോ, സോറി. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ AC ഹാൾ വെച്ചിട്ടുള്ള സെൻട്രലൈസ്ഡ് AC ഹാളിലാണ് ഇന്ന് ഇപ്പോൾ CPM നേതാക്കന്മാരിരുന്ന് PB കൂടുന്നതും സെക്രട്ടേറിയറ്റ് കൂടണം. ആ മാറ്റം എല്ലായിടത്തും ഉണ്ടല്ലോ. അദ്ദേഹം അതുപോലെ തന്നെ ബൽദാവ് സേർ പറഞ്ഞു, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളമോ ചായ കൊടുക്കുമ്പം വീടിൻ്റെ ബഡ്ജറ്റ് പോണില്ല എന്ന്. നാരങ്ങ വെള്ളം കൊടുക്കാൻ പറ്റാത്ത വീടുകളും ഉണ്ട്, ചായക്ക് പാലില്ലാത്ത വീടുകൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതൊക്കെ ബാലൻസ് തെറ്റേണ്ട കാര്യം തന്നെ. പിന്നെ അദ്ദേഹം അത് പറഞ്ഞത് മറ്റേ നവകേരള സദസ്സിന്റെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയാണ്. നമ്മളാലും വിരുന്നുകാർ വരുമ്പം കശുവണ്ടിക്കറിയൊന്നും വെച്ചൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല അല്ലേ. തുടരാം. സോറി. അപ്പൊ ഇന്ന് സത്യത്തിൽ കോഴിക്കോട് വിദ്യാർത്ഥി വധമാണ് നടന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഈ പിണറായി വിജയനോട് ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ, ദയവ് ചെയ്ത് ഈ കേരളത്തിലേക്ക് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് തിരിച്ചു വിളിക്കലേ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നാളെ യുവാക്കളുടെ സമ്മേളനമുണ്ട്, തിരുവനന്തപുരത്ത് വെച്ചിട്ട് അടുത്ത ദിവസം. അപ്പൊ യുവാക്കളോട് ഇവർ പറയാൻ പോകുന്നത് എന്താ, നിങ്ങൾ എല്ലാവരും DYFിൽ ചേരണം. അപ്പൊ നിങ്ങൾ DYF ചേരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ നിങ്ങളുടെ ഭാര്യമാർക്ക് ഉന്നത യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിയമനം നടത്തി തരാം. ഇതെല്ലാം യുവാക്കളോട് പറയാനുള്ളത്. ഇനി കർഷകൻ വരും, കർഷകനോട് ഇവർ എന്താ പറയാനുള്ളത് നമ്മൾ നോക്കൂ. ഇന്ന് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് സത്യത്തിൽ കേരളത്തിൽ നെല്ലുൽപാദന മേഖലയിലുള്ള നെല്ലുൽപാദനത്തിലേക്ക് സത്യത്തിൽ ഈ കേരളത്തിലെ ആളുകൾ വന്നു തുടങ്ങിയത്. ഒരു പക്ഷേ ഈ കേരളത്തിലെ പാടങ്ങളൊക്കെ വീണ്ടും പച്ചപ്പിലേക്ക് മാറി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നമുക്കറിയാം ഈ നെല്ലിന് താങ്ങിവില വന്നതിന് ശേഷമാണ്. എന്നിട്ട് പാവപ്പെട്ട കർഷകൻ നെല്ലുൽപാദനം നടത്തി അവന്റെ അധ്വാന ഭാരം മുഴുവൻ അവിടെ നിക്ഷേപം നടത്തി അവൻ ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ കണക്ക് ചോദിക്കുന്ന സമയത്ത് പണം കൊടുക്കാനില്ലാത്ത ഈ കേരളത്തിൽ പിണറായി വിജയൻ കർഷകരോട് എന്താണ് പറയാനുണ്ടാവുക സാർ? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. സ്വന്തമായി നോക്കണം, അവൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് സർക്കാർ സപ്ലൈകോ കൈപ്പറ്റിയിട്ട് അതിന്റെ പണം അവന് കൊടുക്കാൻ 5-6 മാസം കൊണ്ട് അവൻ അനുഭവിക്കുന്ന കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യുന്ന ഈ കേരളത്തിൽ എന്താണ് പിണറായി വിജയൻ കർഷകനോട് പറയാനുണ്ടാവുക? ഇനി വയോവൃദ്ധജനങ്ങളുടെ സമ്മേളനം ഉണ്ട് അത്രേ, 6 മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. ഇവിടെ നമുക്കറിയാലോ, ഈ പെൻഷൻ കൊടുക്കാത്ത വയോവൃദ്ധജനങ്ങളോട് പിണറായി വിജയൻ ഈ ഒരു സദസ്സിൽ എന്താണ് പറയാനുണ്ടാവുക? നിങ്ങൾ എല്ലാവരെയും എത്രയും പെട്ടെന്ന് ഞാൻ അന്തപുരിയിലേക്ക് കാലന്റെ അടുത്തേക്ക് അയക്കാൻ വന്നിട്ടുള്ള ആളാണോ പിണറായി വിജയൻ പറയാനുള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളറിയാലോ, തെരുവിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ ചക്കിട്ടപ്പാറയിലെ ജോസഫ് ചേട്ടൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്തായിരുന്നു? പെൻഷൻ കിട്ടാത്തതിന്റെ പേരിലാണ്. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ ഒരു സദസ്സ് നടത്തിയിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുണ്ടാവുക? അപ്പൊ നോക്കൂ, സമസ്ത മേഖലയിലും ഇവിടെ അവശ്യ സാധനങ്ങൾക്ക് പോലും നിത്യജീവിതത്തിന് പോലും പണമില്ലാത്ത ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്തിയിട്ട് ആരെയാണ് ഇവർ കണ്ണിൽ പൊടിയിടുന്നത്? കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ നോക്കണം, സമസ്ത മേഖലയിലും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് മേഖലയാണ് സത്യത്തിൽ സാർ ഈ കേരളത്തിൽ? ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയാതെ വയ്യ, ഇവിടുത്തെ പിണറായി വിജയൻ വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചൊരു മേഖലയാണ് ടൂറിസം മേഖല. നോക്കൂ, ആഗോള ടൂറിസം രംഗത്ത് കേരളം നമ്പർ 1 ആയിരുന്നു. 1976 സാർ നമുക്കറിയാം, ആഗോള ടൂറിസത്തിന്റെ ബ്രാൻഡ് ആയിക്കൊണ്ട് കോവളം എന്ന് പറയുന്ന ഒരു പ്രദേശം ആഗോള ടൂറിസത്തിന്റെ ബ്രാൻഡായിരുന്നു. നോക്കൂ, ഈ 1976 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ശരാശരി 10 ലക്ഷം വിദേശികൾ ഈ കേരളത്തിൽ വന്നിരുന്നു. ആഫ്റ്റർ ഈ മുഹമ്മദ് റിയാസ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം മന്ത്രി, അത് വ്യക്തിപരമായി നമ്മൾ പറയല്ല, നിങ്ങളൊന്ന് കണക്കുകളൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ 2022-23 വർഷത്തിൽ 4 ലക്ഷം വിദേശികളാണ് ഈ കേരളത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം.
എന്നിട്ട് ഇവർ പറയുന്ന ഒരു പൊയ്ക്കണക്കുണ്ട്. ആ കണക്കെന്ന് പറയുന്നത് ആഭ്യന്തര ടൂറിസം കേരളത്തിൽ വലിയ രീതിയിൽ, അപ്പൊ റിയാസ് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയാ, ആഭ്യന്തര ടൂറിസം ഇവിടെ വലിയ രീതിയിൽ 100 ഇരട്ടിയായി. അതിന്റെ അർത്ഥം ആഭ്യന്തര ടൂറിസം എന്താണ്? അനിൽ സാറ് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു ദിവസം എറണാകുളത്ത് പോയി താമസിച്ചു കഴിഞ്ഞാൽ അതാണ് ആഭ്യന്തര ടൂറിസം. അപ്പൊ മലയാളികളുടെ ഒരു ജീവിത നിലവാരത്തിനകത്ത് ജില്ലകൾ മാറിക്കൊണ്ടുള്ള സഞ്ചാരങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ വിപുലീകരിക്കുകയും വലിയ രീതിയിൽ യാത്രകൾ മലയാളി ചെയ്തിട്ടുണ്ട് തൊഴിൽപരമായിട്ട്. അനിൽ സാർ എന്നറിയാലോ, ഒരു മാസത്തിനകത്ത് അങ്ങ് എത്ര തവണ വിവിധ ജില്ലകളിൽ പോകേണ്ട ഒരാളായിരിക്കും. അപ്പൊ അതാണ് ആഭ്യന്തര ടൂറിസത്തിന്റെ വിഭാഗത്തിൽ വരുന്നത്. ഈ കേരളത്തിന് വിദേശ നാണ്യം തന്നിരുന്ന വിദേശ ടൂറിസ്റ്റ് സംവിധാനത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള മരുമോൻ റിയാസ്. അതോടൊപ്പം തന്നെ നോക്കൂ റോഡുകളുടെ അവസ്ഥ. ഇപ്പൊ നമുക്ക് സകലമാന റോഡുകളുടെയും എല്ലാ റോഡുകളുടെയും കരാറ് കൊടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. അപ്പൊ അത്രമാത്രം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന കോൺട്രാക്ട് എടുത്തുകൊണ്ട് ചെയ്യാനുള്ള ശേഷിയില്ല. അപ്പൊ നോക്കൂ, അപ്പൊ ആ മേഖലയും തകർക്കുന്നു. അപ്പൊ കേരളത്തിന്റെ ഓരോ മേഖലയെയും തെരഞ്ഞു പിടിച്ചിട്ട് എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കുക എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും മന്ത്രിസഭയും. അപ്പൊ സത്യത്തില് ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഈ പ്രഹസനങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും ഈ കേരളത്തിന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്കറിയാലോ, അതിനവർ കേന്ദ്രത്തെ കുറ്റം പറയുന്നു, കേന്ദ്രം കടം തരുന്നില്ല. ഇപ്പൊ ആഗോള തലത്തിൽ തന്നെ ഭാരതം ഒരു 4ാം ശക്തിയായി മാറുന്ന സാഹചര്യത്തിൽ ഈ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളം സത്യത്തിൽ ഭാരതത്തിന്റെ ഈ സാമ്പത്തിക ശക്തിയാക്കുന്ന കാര്യങ്ങൾക്ക് പോലും വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. കേരളത്തെ അല്ല, ഭാരതത്തെ തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യെസ് വസന്ത്, ഞാൻ നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുക. കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ, കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം. വസന്ത്, പ്രതിഷേധിക്കാൻ, പ്രക്ഷോഭം നടത്താൻ എത്രയോ ആയുധങ്ങൾ നിങ്ങൾക്ക് പിണറായി അനുദിനം ഇട്ടു തരികയാണ്. പക്ഷേ അതൊന്നും സമർത്ഥമായി ഉപയോഗിക്കാൻ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. താങ്കൾ അതിനോട് യോജിക്കില്ല എന്നറിയാം. പക്ഷേ ആരെങ്കിലുമൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണ്ടേ വസന്തേ? അങ്ങനെ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ തോന്നിയാസം കാണിക്കുമോ? ഇദ്ദേഹത്തെ പിടിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഉത്തരം പറയാമല്ലോ. അത് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ പിണറായി വിജയന്റെ പ്രസംഗത്തിലെ 3 പ്രസക്തമായ ഒന്ന്, അദ്ദേഹം പറഞ്ഞെന്താണ്? ചരിത്രം പഠിപ്പിക്കും. വരും കാലത്ത് വിദ്യാർത്ഥികളെ ഈ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനൊരു പുനർവായന ചരിത്ര എഡ്യൂക്കേഷനുമായി, ഹിസ്റ്റോറിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതും വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ട് ആനയിച്ചു വരുത്തി അവരിലൂടെ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കാൻ ഞാൻ മുതിരും എന്നാണ് പറയുന്നത്. അപ്പൊ നാളെ കുറെ കാലം കഴിയുമ്പോൾ ഈ പിണറായിയുടെ സ്വപ്നങ്ങളൊക്കെ പൂവണഞ്ഞു കഴിയുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെ വിദേശ സർവകലാശാലയുടെ കീഴിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കും. കണ്ണൂരിൽ ഒരു സമരം നടന്നിരുന്നു, അത് വിദേശ സർവകലാശാലയ്ക്കെതിരായിരുന്നു. ഡിവൈഎഫ്ഐയുടെ സമർത്ഥരായ പോരാളികൾ ഇതിൽ പങ്കെടുത്തിരുന്നു. 4ഓളം പേർ രക്തസാക്ഷികളെ ആകുകയും പുഷ്പൻ എന്ന് പറയുന്ന ജീവച്ഛവമായി മാറിയ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ വിദ്യാർത്ഥി അതിന്റെ അടിയിലേക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലാവും എന്തിനായിരുന്നു സമരം. ഈ സംസ്ഥാനത്ത് ശാസ്ത്രീയ മേഖലയിലെ വിദ്യാഭ്യാസം വിദേശവൽക്കരിക്കുന്നതിനെതിരായിരുന്നു. അപ്പോ വിദേശവൽക്കരിക്കുന്നതിനെതിരായ, ശാസ്ത്രീയ വിദ്യാഭ്യാസത്തെ വിദേശവൽക്കരിക്കുന്നതിനെതിരായ സമരത്തിൽ പങ്കുചേർന്ന കേരള സംസ്ഥാനത്തിന്റെ ചരിത്ര പുരുഷനായ പുഷ്പനെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ താഴെ അടുത്ത പേജിൽ ഇതേ വിദ്യാർത്ഥി പഠിക്കും ശാസ്ത്രീയ വിദ്യാഭ്യാസം 100% പ്രൈവറ്റൈസ് ചെയ്ത ആദ്യ തീരുമാനമെടുത്ത ഗവൺമെന്റിന്റെ പേര് 1ാം പിണറായി ഗവൺമെന്റ്. വിദേശ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും ഗ്ലോബലൈസ് ചെയ്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ പൊതുവാതിലുകളെല്ലാം തുറന്നിട്ട് വിദേശ വിദ്യാഭ്യാസത്തെ ഇവിടേക്ക് ആനയിച്ച് വരുത്തി ചുവപ്പൻ പരവതാനി ഇട്ടുകൊടുത്ത ഗവൺമെന്റിന്റെ പേര് 2ാം പിണറായി ഗവൺമെന്റ്. ഉടനെ ആ വിദ്യാർത്ഥി ചോദിക്കും, ഹേ പ്രഭു ക്യാ ഹുവ? ഇത് എന്ത് പരിപാടിയാണ്? ഇവര് തന്നെയല്ലേ സമരം ചെയ്തത്? അവർ തന്നെ ഇവരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയും. ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വ്യാവസായിക അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, അത് ഞാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വ്യാവസായിക അധിഷ്ഠിതമായ വിദ്യാഭ്യാസം പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് അവർ പഠിക്കും ആന്തൂറിൽ സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ ഉണ്ടായിരുന്നു. അവൻ 2 വർഷക്കാലം ആന്തൂർ നഗരസഭയിൽ ജയരാജന്റെ ഭാര്യ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കുന്നിടത്ത് കയറി ഇറങ്ങി മടുത്ത് ഒടുക്കം ഇവർ തന്നെ കുരുക്കി കൊടുത്ത ചുവപ്പൻ ഗോവിന്ദ മാഷിന്റെ ഭാര്യ.
സോറി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ. സോറി. അപ്പോ ശ്രീ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ നഗരസഭ അധ്യക്ഷയായിരുന്ന അതേ നഗരസഭ കുരുക്കി കൊടുത്ത ചുമപ്പൻ കുരുക്കെടുത്ത് കഴുത്തിലിട്ട് അവനും മരിച്ചു, അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പഠിക്കും. അതേ നഗരസഭ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജയരാജന്റെ വൈദേഹം റിസോർട്ടിന് വേണ്ടി. വൈദേഹം റിസോർട്ട് ഇന്ന് ആപ്ലിക്കേഷനുമായി എത്തിയാൽ മിനിഞ്ഞാന്നേ എല്ലാ പെർമിഷനുകളും ഒപ്പിട്ട് വെച്ചിരുന്നത് എന്നതും പഠിക്കും. ഇനി മൂന്നാമതായി ഇവർ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട്, ഡ്രഗ്സ് വിരുദ്ധത. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളൊക്കെ ഡ്രഗ്സിന് അധിഷ്ഠിതരാകുന്നു, മയക്കുമരുന്നിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നു. പാടില്ല കേട്ടോ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയൻ ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞ ഒരാളുണ്ട്, അത് SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത്. അങ്ങേക്ക് അറിയാമല്ലോ, SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അവിടെ ഒരു വലിയ ലഹരി വിരുദ്ധ സദസ്സ് നടത്തി 6 മാസം മുമ്പ്. മുഖ്യ പ്രസംഗികൻ, സംഘാടകൻ, ഉദ്ഘാടകൻ SFIയുടെ ജില്ലാ സെക്രട്ടറി. അതിനുശേഷം നവമാധ്യമങ്ങളിലും ജനമടക്കമുള്ള മാധ്യമങ്ങളിലും ഒക്കെ വെളിയിൽ വന്നൊരു വാർത്തയുണ്ട്, ക്ലിപ്പുണ്ട്. ഈ ഡ്രഗ്സ് വിരുദ്ധ സദസ്സിന് ശേഷം, മയക്കുമരുന്ന് വിരുദ്ധ സദസ്സിന് ശേഷം നടു റോട്ടിൽ അർദ്ധനഗ്നനായി മുഖ്യ പ്രാസംഗികൻ വെള്ളമടിച്ച് ഡാൻസ് കളിക്കുന്നതിന്റെ ചിത്രം നമ്മൾ കണ്ടതല്ലേ, നമ്മൾ വീഡിയോ കണ്ടതല്ലേ. അപ്പൊ പിണറായി വിജയൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ച SFIയുടെ ജില്ലാ സെക്രട്ടറിയും ആലപ്പുഴയിലെ CPMന്റെ മറ്റേ 4 ലോറിയിൽ കഞ്ചാവ് കടത്തിയ CPMന്റെ സെക്രട്ടറിയും ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ ഡ്രഗ്സ് വിരുദ്ധ സമരത്തിന്റെ പോരാളികളായിരുന്നു എന്ന് ഈ വിദ്യാർത്ഥികൾ ഭരിക്കേണ്ടി വരും. അവർ തന്നെ അവരുടെ കുഴി മാന്തുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് നടപ്പിലാക്കി. ഇപ്പൊ നേരത്തെ ആ മേഡം പറഞ്ഞു, എന്താണ് ക്രിസ്ത്യൻ കോളേജിൽ, കേരളവർമ്മ കോളേജിൽ കഞ്ചാവ് തോട്ടം തന്നെ ഉണ്ടായിരുന്നു SFIക്കാർക്ക്, അതുകൂടി ഒന്ന് കൂട്ടിച്ചേർത്തോളൂ. അതൊക്കെ അവർ ഇതൊക്കെ ചെറുത് വലുത് കാണാതിരിക്കും. കേരളവർമ്മ കോളേജിൽ കഞ്ചാവ് തോട്ടം തന്നെ SFIക്കാർക്ക്. പ്രിന്റു അതിപ്പോ ഇതില് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ പോയി ഇല്ലായിരുന്നു. SFIയുടെ DYFIയുടെ ഏതെങ്കിലും റെപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞാനേ ഇതൊക്കെ ചെറുതല്ലേ പ്രിന്റു, ഇതിലും വലുത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞാനേ. അതുകൊണ്ട് ഇപ്പൊ ആ മേഡം പറഞ്ഞു ക്രിസ്ത്യൻ കോളേജിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ലക്ഷം രൂപ ചെലവഴിക്കുന്നു. അതേ പ്രസംഗത്തിൽ ഇതേ പിണറായി വിജയൻ പറയുകയാണ്, പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അത്യുന്നതിയിലേക്ക് വളർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ ഇവർ ഈ 7 വർഷക്കാലം എന്താണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കിഫ്ബിയിലൂടെ ഇവർ ഉദ്ധരിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ഹൈടെക് സ്കൂളുകളിലെ, ഒരുപാട് ഹൈടെക് കോളേജുകളിലെ എല്ലാം പോട്ടെ, മതില് തല്ലിപ്പൊളിച്ച് കളഞ്ഞ് JCB കൊണ്ട് കഞ്ഞിപ്പൊടി ഇടിച്ചു കളഞ്ഞ് ഇവരുണ്ടാക്കിയ വലിയ സ്റ്റേഡിയങ്ങളില്ലായിരുന്നോ? അവിടെ എവിടെയെങ്കിലും നടത്തിയാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അത് നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ സദസ് എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥി സദസ് എന്ന് പറയുന്നത് സമ്പൂർണ്ണ ദൂർത്താണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒന്ന്, ഇനി അങ്ങയുടെ ചോദ്യം, പ്രതിപക്ഷം, ഞാൻ ഉത്തരം പറയുകയും ചെയ്യും. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷം ഇവിടെ വളരെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ടെന്ന് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയ കാലത്ത് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവസാനം ക്ലിഫ് ഹൗസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ കരിങ്കൊടി കണ്ടു തന്നെയാണ് പിണറായി വിജയൻ ഉള്ളിലേക്ക് കയറിയത്. അത് ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് ആണ് കാണിച്ചത്. അതിൽ സംശയമുണ്ടോ? ഒരു സംശയമില്ലല്ലോ. അപ്പൊ വളരെ കൃത്യമായി പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം തരണ്ടേ? 1ാമത്തെ മിനിറ്റിൽ ഒരു ആരോപണം വരുന്നു, 2ാമത്തെ മിനിറ്റിൽ അടുത്ത ആരോപണം വരുന്നു. അപ്പൊ നമ്മൾ ഇതിൽ സമരം ചെയ്യാം എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോ ഇത് വീണ്ടും ഹേ പ്രഭു ക്യാഹുവ എന്ന് പിണറായിയോട് ചോദിക്കേണ്ട പോലെ അടുത്ത ആരോപണം വരികയാണ്. തന്റെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതാ ഇപ്പൊ SFI അന്വേഷണത്തിലേക്ക് അല്ല വസന്തേ, എനിക്കൊരു വിയോജിപ്പ്. ഇപ്പോ നിങ്ങൾ പ്രതിഷേധിച്ചു, കരിങ്കൊടി കാണിച്ചു, എല്ലാം ശരി തന്നെ. പക്ഷെ ഞാനും താങ്കളും കൊടുക്കുന്ന നികുതി പണം, അതിൽ നിന്നാണല്ലോ സാർ ഈ ദൂർത്ത് നടത്തുന്നത്. 18 ലക്ഷത്തിൻ്റെ പന്തലും അതുപോലെ 1 കോടിയുടെ ബസ്സും, ഇതെല്ലാം പിണറായിയുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ലല്ലോ. അപ്പോൾ ഈ ഖജനാവിൽ നിന്ന് ഒരു ഭാഗത്ത് ഈ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നവർ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവർ, അവരുടെ വേദനയൊന്നും കാണുന്നില്ല. മറുഭാഗത്ത് ഇതുപോലെ അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യണ്ടേ? ഇത് ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അതിനനുവദിക്കില്ല എന്നൊരു തീരുമാനം, അതുവഴി ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ എന്തുകൊണ്ട് പ്രധാന പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല? ജനങ്ങൾ അവർ തുറന്നു പറയുന്ന ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം മുൻകൈ എടുക്കുന്നില്ല? അതിലാണ് എനിക്ക് വിയോജിപ്പ്. അല്ലാതെ ഇവിടെ ബസ്സിന് കല്ലെറിഞ്ഞും അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തല്ലിപ്പൊട്ടിച്ചും നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥത്തിൽ എടുക്കുക താങ്കൾ.
അല്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഹർത്താൽ അടക്കം ഇപ്പൊ അങ്ങ് അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞെങ്കിൽ പോലും പ്രത്യക്ഷ സമരം, ആ സമരത്തിന് തീ ജ്വാല പകരുന്നത് എപ്പോഴും എന്താണ്? ഹർത്താല്, അങ്ങനെയുള്ള സമരങ്ങളാണ്. ഹർത്താൽ അടക്കമുള്ള സമരങ്ങളോട് നിലവിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന് വളരെ കാലങ്ങളായി ആദർശപരമായ ഒരു എതിർപ്പുണ്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക്. അതുകൊണ്ടാണ് അത്തരം സമരമാർഗങ്ങളിലേക്ക് പോകാത്തത്. നോക്കൂ, സമരാഗ്നി എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടുക്കും ഇവർ നടത്തിയ നവകേരള സദസ്സിൽ എന്തായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് അതേപടി ഞങ്ങൾ സാധാരണക്കാരെ കാണുന്നു. അവരിൽ നിന്ന് ഞങ്ങൾ അഭിപ്രായം സമാഹരിക്കുന്നു. അവർ സമര മാർഗങ്ങളെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷനും യാത്ര നടത്തുകയാണ്. ഞങ്ങൾ സാധാരണക്കാരെ കണ്ട് ഈ വിഷയങ്ങൾ പറയുകയാണ്. സഭയിൽ CAG റിപ്പോർട്ട് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധങ്ങളുമായി മുമ്പോട്ടുണ്ട്. നോക്കൂ, അങ്ങ് ദൂരത്തിന്റെ കാര്യം പറഞ്ഞു, അതെനിക്ക് കോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. CAG റിപ്പോർട്ട് വെളിയിലുണ്ട്. വിത്തൗട്ട് ലിറ്റിഗേഷൻ, കോടതിയിൽ നിൽക്കുന്ന കേസുകളല്ല, അതില്ലാതെ 28,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് ഈ സർക്കാർ. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് 18 കിട്ടാനുണ്ട്, 50 കിട്ടാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ 28,000 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുള്ളത്. ലിറ്റിഗേഷനിൽ കിടക്കുന്നത് കൂട്ടിയാൽ അത് 75,000 കോടി വരും. അതേ സമയത്താണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് GST ഉദ്യോഗസ്ഥരെ, ഇവിടെയുള്ള IAS-കാരെ IPS-കാരെ ഒക്കെ കോറി മുതലാളിമാരുടെ മുമ്പിലേക്ക്, ബാർ മുതലാളിമാരുടെ മുമ്പിലേക്ക് ബക്കറ്റ് പിരിവിന് വേണ്ടി പറഞ്ഞു വിട്ടത്. ഒരു പ്ലാൻ ബി പറഞ്ഞിട്ടുണ്ടല്ലോ ബഡ്ജറ്റില്. എന്താണ് പ്ലാൻ ബി? പ്ലാൻ ബി ഫോർ പ്ലാൻ ബക്കറ്റ്. ബക്കറ്റുമായി ഇനി മന്ത്രിമാരിറങ്ങും, പിണറായി ഇറങ്ങും. പിണറായിയുടെ വേണ്ടി വന്നാൽ ഞങ്ങളുടെ വീണ തൈക്കണ്ടി ഉണ്ടല്ലോ, വീണ തൈക്കണ്ടിയെ മുഖ്യ മുഖമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബിയുമായി മുമ്പോട്ടിറങ്ങും എന്നല്ല ഇവര് പറയുന്നത്. സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള സമരങ്ങൾ, ക്രിയേറ്റീവായ സ്ട്രൈക്സ്, അതാണ് ഞങ്ങളുടെ നിലവിലെ നടപടി. അത് നടക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞത് സമരാഗ്നിയുണ്ട്, നിയമസഭയ്ക്കുള്ളിലെ പ്രക്ഷോഭങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ട്. അതൊക്കെ ഇനിയും തുടരുകയും ചെയ്യും. പിണറായി വിജയൻ നടത്തുന്ന ഓരോ ദൂരത്തിനും കൃത്യമായി അത് രാഷ്ട്രീയപരമായും നിയമപരമായും സംഘടനാപരമായും നേരത്തെ തന്നെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. ശ്രീ ഹരിദാസ്, നമുക്ക് എന്തായാലും ഈ അന്തം കമ്മികളെ, ഈ അപ്പക്കാളകൾ എന്നൊക്കെ വിളിക്കാം, അടിമകളാക്കപ്പെട്ടവർ, അവരൊരിക്കലും ഇനി മാറില്ല, അവർ മാറ്റാനും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് മാത്രമല്ല, അവരൊരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പാർട്ടിയായിട്ട് അനുഭാവമുള്ള അല്ലെങ്കിൽ പാർട്ടിയായിട്ട് സഹകരിച്ച് പോകുന്നവർ, അവർക്ക് ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഒക്കെ ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും, തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും അവർ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു അഹങ്കാരമാണ് പിണറായിയെ മഥിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ജനാഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അതിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? എവിടെയാണ് പാളിച്ച? കാരണം ഇദ്ദേഹം അധികാരത്തിലേറിയ മുതൽ 2016 മുതൽ ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ തലേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിൽ നിന്ന് ഈ ദല്ലാൾമാരെ അടിച്ചിറക്കുമെന്ന് പറഞ്ഞ പിണറായിയുടെ ചുറ്റിലും ഇപ്പോൾ ദല്ലാൾമാരാണ്. ആരൊക്കെയാണ് ഇയാൾക്ക് വേണ്ടി കാശ് വാങ്ങുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം കാനഡയിൽ ഒരു കമ്പനി സ്ഥാപിക്കുകയാണ്. ഇതിനൊക്കെ പണം എവിടുന്നാണ്? പണം എറിയാൻ, പമ്പ് ചെയ്യാനുള്ള ആളുകൾ ഒക്കെ ഉണ്ട്. അത് ദല്ലാൾമാർ തന്നെയാണല്ലോ. പക്ഷേ എങ്കിലും ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുന്നില്ല? വീണ്ടും പിണറായിയെ സ്തുതിക്കുന്ന, സ്തുതിഗീതങ്ങൾ പാടുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവരുമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ജീവന ഭീഷണിയുണ്ടെന്ന്, ഇതൊക്കെ നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം വരുമോ? ജനങ്ങൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കുമോ? ശ്രീ ഹരിദാസ്. ഒരു ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞാൽ 2030 വരെ ഞാൻ അത്തരത്തിലൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത 2026 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ഈ 99 കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളം ഭരിക്കും. അപ്പൊ അതിനെനിക്ക് പറയാനുള്ളത് ശ്രീ വസന്ത തെങ്ങുംപള്ളിയോടും ശ്രീ പിന്റു മഹാദേവനോടുമാണ്. നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും പാർട്ടികളുടെ കേരളത്തിലെ അങ്ങേയറ്റം മോശം പ്രകടനം ഇത്തരത്തിൽ ഇപ്പൊ അനിൽ നമ്പ്യാർ വളരെ സുദീർഘമായി എന്നോട് ചോദിച്ച ചോദ്യത്തിന് എന്താ പറയുക, ഫ്ലെയിം പകരാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ശ്രീ വസന്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത്
ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ജീവൻ ത്യജിച്ച ഒരുപാട് നേതാക്കന്മാരും ഗാന്ധിജിയും താങ്കൾ പറയുന്ന സ്വരത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാകുമായിരുന്നു. അതായത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, അവർ വിട്ടുപോകുന്നില്ല, നമ്മൾ എന്താ ചെയ്യുക എന്ന് അവരിൽ ആർക്കെങ്കിലും ഗാന്ധിജിക്കോ പട്ടേലിനോ അല്ലെങ്കിൽ അന്ന് നേതൃത്വം നൽകി ഏതെങ്കിലും ഒരു സുഭാഷ് ചന്ദ്രബോസിനോ ഒക്കെ തോന്നിയിരുന്നെങ്കിലത്തെ ഒരു അവസ്ഥ താങ്കൾ ആലോചിച്ച് നോക്കി നോക്കൂ. വളരെ നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റൊരു വാക്കാണ് താങ്കളാ പറഞ്ഞത്. ഞങ്ങൾ 2 സമരം നടത്തി. നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ സമരങ്ങളും 2 ദിവസം മാക്സിമം ഒരാഴ്ചയ്ക്ക് കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഹർത്താൽ ഒന്നിനും ഒരു പരിഹാരമല്ല ശ്രീവാസൻ. ഹർത്താൽ നടത്താനൊന്നും ശ്രീ അനിൽ നമ്പ്യാർ താങ്കളോട് പറഞ്ഞതായിട്ട് ഞാൻ ഈ ശ്രദ്ധ കുറവുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഹർത്താലൊന്നും ഒരു സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റം സാമ്പത്തികാവസ്ഥ അങ്ങേയറ്റം മോശമായ ഒരു സംസ്ഥാനത്ത് ഒരു ഹർത്താൽ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇതൊന്നും അല്ലല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ പയറ്റുകൾ കൃത്യമായി പഠിച്ചറിഞ്ഞവരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷത്തെ. എണ്ണം കൊണ്ട് കുറവാണെങ്കിലും ഈ 41 MLA-മാരും അവരുടെ എന്താ പറയണ്ടത് രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് സമ്പന്നരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ ഒരു സമ്പന്നത അവരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അങ്ങേയറ്റം ഇപ്പൊ നിങ്ങൾ ഈ എന്താണ് സമരാഗ്നി യാത്ര, ഇപ്പൊ എറണാകുളത്ത് അതിന്റെ പോസ്റ്ററുകൾ കണ്ടു. ഈ ഐക്യമില്ലായ്മയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖംമൂടി എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല. എന്ത് വിശ്വസിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്യുന്നത്? ഇപ്പൊ താങ്കളുടെ ശ്രീ വസന്ത്, ഞാൻ ചർച്ച വഴി മാറ്റുകയല്ല. ഈ 2026 തെരഞ്ഞെടുപ്പിലെ കഷ്ടി ഒരു 73-74 സീറ്റ് കിട്ടിയിട്ട് UDF മുന്നിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എത്ര പേരുണ്ട് സാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്? എത്ര പേര് മന്ത്രിമാരാവാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടും? അപ്പോ ജനങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങളെ ഭരണം ഏൽപ്പിക്കാൻ. അതാണ് ഈ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ചെയ്യുന്നതിന്റെ അപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് ജനത്തിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജയിച്ചത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും മറ്റവരോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്നുള്ള ഓർമ്മയോടുകൂടി ഭരിക്കണമെന്നും EMS നമ്പൂതിരിപ്പാട് ഏതൊരു തെരഞ്ഞെടുപ്പിലെ തന്റെ പാർട്ടി ജയിച്ചപ്പോൾ പാർട്ടി അണികളോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയാകാൻ പോകുന്നവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ വോട്ട് ചെയ്യാൻ അവർ ഇനിയും പ്രേരിതരാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ സമരാഗ്നിയുടെ കാര്യത്തിലെ ആ പോസ്റ്ററുകളിൽ ആ രമേശ് ചെന്നിത്തലയുടെ തലകൂടി ഈ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് താങ്കൾ ന്യായീകരണം നടത്തുന്നത്. ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. കാരണം എന്നോടൊപ്പം ഇനി ഞാൻ 4 നാളൊക്കെ ഞാൻ കൂടുന്ന സ്ഥലങ്ങളിൽ കണ്ടില്ലേ, അതിൽ ആ രമേശ് ചെന്നിത്തല ആ 2 നേതാക്കന്മാരെക്കാട്ടിലും വളരെയധികം കേരളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെയും കൂടി കൈ കോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ അടിച്ചിട്ട് അത്തരത്തിലൊരു സമരാഗ്നിയുടെ ഒരു സമരം അല്ലെങ്കിൽ അതിന്റെ ഒരു ജാഥ നയിക്കാൻ നിങ്ങൾക്കാവുന്നില്ല. അപ്പോൾ അവിടെ വന്ന് ഗ്രൂപ്പീസ്. അപ്പൊ ഗ്രൂപ്പീസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വിമുഖത കാണിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മുതലെടുത്തുകൊണ്ട് എന്താ പറയേണ്ടത്, ജോലി ഇല്ലാത്തവർക്ക് ജോലി, പൈസ ഇല്ലാത്തവർക്ക് പൈസ, എന്തും കൊടുക്കാൻ മറ്റേ ഭാഗത്തു നിന്ന് തയ്യാറായി കഴിഞ്ഞാൽ. ഇപ്പോ എന്റെയൊക്കെ അറിവില് ശ്രീ അനിൽ നമ്പ്യാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ രാത്രി 12 മണിക്ക് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും പിണറായി വിജയന്റെ മകൾക്കെതിരെയും പോസ്റ്റ് ഇട്ടവരെ ഒറ്റ സ്വഭാവം ഒരു സൂര്യോദയം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തോന്നുകയാണ് എന്തിനു ഇവിടെ നിന്നിട്ട് ഈ പോസ്റ്റ് ഇടുന്നത്, നേരെ അപ്പുറത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. ഉടനെ തന്നെ ഒരു കവരെ സ്റ്റേജ് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ഇതാ ഇന്ന ആളും ഇത്ര അണികളും, അദ്ദേഹവും ഉണ്ടാവും, ഒരു 10 പേരും ഉണ്ടാവും, ഒരു കൊടി കൊടുക്കുന്നു, അദ്ദേഹം CPM പ്രവർത്തകനായിട്ട് മാറുന്നു. അദ്ദേഹത്തിന് കൃത്യം 1-2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹകരണ സംഘത്തിലെ ബോർഡ് മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ ഒരു ദേവസ്വത്തിലെ ഒരു ബോർഡ് മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി. ജനങ്ങൾക്കല്ല, പ്രവർത്തകർക്ക് തോന്നിത്തുടങ്ങി. ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കൃത്യമായ നോട്ടീസ് വിതരണത്തിന് പോലും ഇന്നലെ ഒരു പ്രമുഖ വക്കീല് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടില് CPM-ന്റെ 10 നോട്ടീസുകൾ എത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എത്തിയപ്പോ ഈ UDF-ന്റെ 2 നോട്ടീസുകൾ മാത്രമാണ്. നോട്ടീസ് വന്നതുകൊണ്ടൊന്നും ഒരാൾ വോട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും പ്രവർത്തിക്കാൻ ആളില്ല. എന്തിനു പ്രവർത്തിക്കണം എന്ന് തോന്നുകയാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ശ്രീ പ്രന്റു മഹാദേവനോടും പറയാനുള്ളത്. നിങ്ങളുടെ ഇന്നത്തെ ഞാൻ എടുത്തു പറയുകയാണ്, ഇന്നത്തെ കേരളത്തിലെ നേതൃത്വം അമ്പേ പരാജയമാണ്. ഇത്തരം ഒരു ദുഷ്ഭരണത്തിനെതിരായിട്ട് 17 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണം കയ്യിലുണ്ടായിട്ടുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന വിധത്തിലല്ല നിങ്ങൾ ഈ ദുർഭരണത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ കേരളത്തിലെ പ്രതികരണം എന്നുള്ള കാര്യം ജനങ്ങളെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മറക്കണ്ട. അത് കേരളത്തിൽ 1 ലക്ഷം യുവാക്കളെ
ഇല്ല, താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കേരളത്തിൽ കേട്ടിരിക്കാം. 1 ലക്ഷം യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളത്ത് പിണറായി വിജയൻ സർക്കാരിനെ വെല്ലുവിളിച്ചത് BJP യുവമോർച്ച സാർ. 2 ലക്ഷം എന്താ വനിതകളെ കാര്യം, അണിനിരത്തിക്കൊണ്ട് സാർ? തൃശ്ശൂരിൽ സാർ, ഈ പിണറായി വിജയൻ സാർ, സർക്കാരിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളെ അല്ല ഞാൻ ഇതൊക്കെ ഒരു ദിവസം 24 മണിക്കൂർ ഞങ്ങൾ ഒന്നും ചെയ്തില്ല, അങ്ങനൊന്നും പറയില്ല. പ്രതിപക്ഷം പറയും ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ കെ സുരേന്ദ്രനാണ് സാർ. കെ സുരേന്ദ്രൻ വി മുരളീധരനുമാണ് സാർ. കെ സുരേന്ദ്രൻ വി മുരളീധരനുമാണ്. വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് സാർ. പ്രതിപക്ഷം വി ഡി സതീശനല്ല. ഒരു സമരം പറയുന്നത് കേൾക്കൂ. ക്യാൻസറിനെ തലയിൽ വന്ന ട്യൂമറിനെ പുറത്ത് വിക്സ് പരട്ടിയതുകൊണ്ട് കാര്യമില്ല ശ്രീ പ്രിന്റു. അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം. അതിനുള്ള പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ കാഴ്ചവെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്രവർത്തനങ്ങളാണ്. ശ്രീ വസന്തന് അവസരം കിട്ടി അദ്ദേഹവും പറയാൻ പോകുന്നത് തന്നെയാണ്. പക്ഷേ 10 പേര് കൂടുന്ന എന്നെ പോലെ എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരു 10% ജനങ്ങളാണ് ആരിവിടെ അധികാരത്തിൽ കയറണമെന്ന് അവസാന നിമിഷം തീരുമാനിക്കുന്നത്. ആ 10%-നെ അത്തരത്തിലൊരു ബോധ്യം തോന്നുന്നില്ലെന്ന് ഇത്തരം ഒരു ചർച്ചയിലൂടെ ശ്രീ അനിൽ നമ്പ്യാരെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാളെ എനിക്ക് വധഭീഷണിക്ക് പുറമെ അത്തരക്കാരുടെയും കൂടി ആക്ഷേപം ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് വിലപിക്കുന്നുണ്ട് സർ. കഞ്ചിക്കോട് പൂട്ടിച്ച പെപ്സിയുടെ റീഫില്ലിംഗ് യൂണിറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ത്രീകളിൽ നിന്ന് കരയാണ്. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡുമില്ല, ഞങ്ങളുടെ ഫാക്ടറി തുറക്കൂ, നിങ്ങൾ പറയുന്ന ശമ്പളം തരൂ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്നവരായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ട് പോലും അത്തരം അവസരങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇവിടുത്തെ BJPക്കും കോൺഗ്രസിനും സാധിക്കുന്നില്ലല്ലോ ഒന്ന് ഓർക്കുമ്പോൾ. ഒരു അരാഷ്ട്രീയവാദിയായിട്ട് കൂടി എനിക്കൊക്കെ വളരെ മനസ്താപമുണ്ട്. കാരണം നെഹ്റു പറഞ്ഞതും ഇന്നാള് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതും ആവർത്തിക്കുകയാണ്. നല്ലൊരു പ്രതിപക്ഷമില്ലാത്ത രാജ്യം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കില്ല. അനീതികളും അക്രമങ്ങളും അനായാസേന കൂടി വരുന്ന ഒരു പ്രവണത ഉണ്ടാകും. പിന്നെ എന്തിനാണ് ഹരിദാസിനെ പോലുള്ളവര് ഇത്തരത്തിൽ വായിട്ടലക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിഞ്ഞാന്ന് കൊല്ലപ്പെട്ട നവൽനി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. നല്ല മനുഷ്യർ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് തിന്മ വളരുക. ഞാൻ നല്ല മനുഷ്യനായിട്ടല്ല, പക്ഷെ ഇത്തരത്തിൽ ജനാധിപത്യത്തിൽ വരുന്ന മൂല്യച്യുതികൾക്കെതിരെയെങ്കിലും ഇത്തരത്തിൽ നമുക്ക് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന തലമുറ നമ്മളെയൊക്കെ ശപിക്കും സാർ. ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ന്യൂനതകൾ എടുത്തു കാട്ടുന്നത്. ഈ ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിനിടയ്ക്ക് എനിക്ക് മിനിമം 3 ഫോൺ വരും. സാർ, ഞങ്ങൾ ഒരു 20 പേരിരുന്ന് ചർച്ച കാണുകയായിരുന്നു. താങ്കൾക്ക് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൂടാ? അവരവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. 17 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയും ഉണ്ടായിട്ടും എന്നെ പോലെയുള്ളവരോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള 2 പാർട്ടിക്കാരാണ് BJPയും കോൺഗ്രസും എന്ന് ഞാൻ ആവർത്തിച്ച് പറയാണ്. ശ്രീ അനിൽ നമ്പ്യാർ, എനിക്ക് ഒന്ന് പോകണം എന്നുകൂടി. താങ്കൾക്ക് പോകാൻ വളരെയധികം നന്ദി ശ്രീ ഹരിദാസ്, ഇത്രയും സമയം സംസാരിച്ചതിന്. വൈകിയാണെങ്കിലും ശ്രീജിത്ത് പണിക്കറും ഈ സംവാദത്തിൽ ജോയിൻ ചെയ്യുന്നു. ശ്രീജിത്തെ സ്വാഗതം സംവാദത്തിലേക്ക്. ശ്രീജിത്തെ, തറവാട് കുളം തൊട്ടിയിരിക്കുകയാണ്. ശേഷിക്കുന്ന കഴുക്കോലെങ്കിലും ബാക്കി വെക്കുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പല രീതികളിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പല പേരുകൾ വിളിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള വെന്യൂകളിൽ കാണുന്നു, ചിലത് നാടൊട്ടുക്ക് സഞ്ചരിച്ച് കാണുന്നു. അതിന് പല പല പേരുകൾ വിളിക്കുന്നുണ്ട്. കേരളീയം എന്ന് വിളിച്ച് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്, ഇപ്പൊ മുഖാമുഖം എന്ന രീതിയിലത്തേക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പൊതുഖജനാവിൽ നിന്ന് കുറേയധികം പണം ചെലവഴിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഗുണമുണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള പല സമ്പർക്ക പരിപാടികൾ നടത്തുമ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ വളരെ കൃത്യമായിട്ട് കണക്കുകളോട് കൂടി പറയുന്ന സമയത്ത് പലപ്പോഴും സർക്കാർ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ നയിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന് ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗുണം ആൾക്കാരിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടോ സർക്കാരിന്റെ PR-ന്റെ ഭാഗമായിട്ടോ പറയുന്ന അതേ കാര്യങ്ങളെ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികൾ എന്നതിനപ്പുറത്തേക്ക് ഈ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്ന ധൂർത്തിന് യാതൊരു വിധത്തിലുള്ള അന്ത്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയത് നമ്മുടെ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് പരക്കെ വിമർശനം ഉണ്ടായിരുന്നതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിൽ പങ്കെടുപ്പിച്ചു. അതും ചെറിയ കുട്ടികളെ, ഒരുപക്ഷെ രാഷ്ട്രീയം എന്താണ്, ഭരണം എന്താണ് എന്നതിനെപ്പറ്റി പോലും കൃത്യമായ ധാരണ ഉണ്ടാകാത്ത പ്രായത്തിലുള്ള കുട്ടികളെ പോലും ഇതിൽ ഉപയോഗിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉണ്ടായിരുന്നു. കോടതിയിലേക്ക് പോയിരുന്ന ആൾക്കാരുണ്ട്.
ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ മുഖാമുഖം പരിപാടി വരുന്ന സമയത്ത് വീണ്ടും കുറേയധികം ആൾക്കാരെയൊക്കെ തന്നെ മുഖ്യമന്ത്രി പോയി കാണുകയാണ്. അതിലും വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരുണ്ട്, കുറെ അധികം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങൾ പോലും എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ, ഈ എക്സാമിലേതുപോലെ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് ആലോചിക്കുക. ഇപ്പൊ വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുപണം ചെലവഴിക്കുമ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടാകണമല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന പല പല പ്രവർത്തനങ്ങൾ, കൈവരിച്ച നേട്ടങ്ങൾ എന്നതൊക്കെയാണ് ഈ മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ നമ്മളോട് വന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ എന്നു മുതൽ കേൾക്കുന്നതാണ് കേരളത്തിനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റും എന്ന് പറയുന്നത്. എത്രയോ കാലം കൊണ്ട് നമ്മൾ കേൾക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഹബ്ബാക്കി മാറ്റുന്നത് ആരാണ്? ആ ഹബ്ബാക്കി മാറ്റണമെങ്കിൽ ആ ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, അതിന് വേണ്ടുന്ന രീതിയിലുള്ള കമ്മിറ്റികൾ ഇവിടെ ഉണ്ടാവുക. അതിനൊക്കെ തന്നെ ഈ സർവകലാശാലകളിലേക്കൊക്കെ വരുന്ന സമയത്ത് വൈസ് ചാൻസലർമാരൊക്കെ ഉണ്ടാകണമല്ലോ. അപ്പൊ ഈ വൈസ് ചാൻസലർമാർ കൃത്യമായിട്ട് സ്ഥിരമായിട്ടുള്ള വൈസ് ചാൻസലർമാർ ഉണ്ടാവുക, അവർക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ നൽകുക, സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുക തുടങ്ങിയവയൊക്കെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഈ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനെ പോലും പരിഷ്കരിച്ചുകൊണ്ട് അതിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കുറേയധികം നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രാലിറ്റിയാണോ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് ആ ന്യൂട്രാലിറ്റിയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലേക്കുള്ള സിലബസ് പരിഷ്കരണമോ ഒക്കെ തന്നെ നടപ്പാക്കുന്നതിന്റെ പ്രാരംഭ നടപടികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. നമ്മുടെ വി സിമാരുടെ കാര്യങ്ങളെല്ലാം ഇതേപോലെ നിൽക്കുമ്പോൾ നമ്മുടെ ചാൻസലറിനെ പോലും അവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഏറ്റവും വലിയ തമാശ, എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാലാനുസൃതമായിട്ട് ഇതിനെയൊക്കെ ഉടച്ചു വാർക്കും എന്നൊക്കെ പറയുകയും വിദേശത്ത് പോയിരിക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാരോട് ദാ ഇവിടെ വന്ന് പഠിക്കൂ, നമുക്കിവിടെ സംവിധാനമുണ്ട് എന്ന് പറയണമെങ്കിൽ ഇന്ന് വിചാരിച്ചാൽ നാളെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോയിരിക്കുന്ന ആൾക്കാർക്ക് തിരികെ വരാൻ പറ്റുന്ന കാര്യമാണോ? അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, ഇതൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണ മാർഗം പോലെ തന്നെ ആൾക്കാരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതൊക്കെ തന്നെ നേരിട്ട് അറിയുക, അല്ലെങ്കിൽ പരാതിയെ പിന്നീട് നിവേദനം എന്ന രീതിയിലത്തേക്കൊക്കെ മാറ്റിയിട്ടാണ് ഇവർ നേരത്തെ പറഞ്ഞിരുന്ന നവകേരള സദസ്സ്. ഇപ്പോ ഈ നടത്തുന്ന പരിപാടിയുടെയും ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസിനെ കണ്ടുപിടിച്ചിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനെ റീബ്രാൻഡ് ചെയ്ത് നേരത്തെ ഈ പൗരപ്രമുഖരുമായിട്ടുള്ള സംവാദം എന്ന രീതിയിലത്തൊക്കെ നമ്മൾ കേട്ടിരുന്നു. ആത്യന്തികമായിട്ട് ഇതൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ പാലിൽ മുക്കിയ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികളാവുക എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള പരിപാടികൾ നിരന്തരമായിട്ട് ഇവിടെ ചെയ്യുമ്പോൾ നാളെ ഇതുവരെ നടത്തിയിരുന്നതിൽ നിന്ന് ഗുണപരമായിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് എന്തിന്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ കുറേയധികം ആൾക്കാർ അവിടെ വന്ന് പരാതി പറയുന്നു. അവരുടെ പരാതി പരിശോധിച്ചതിന് ശേഷം അതിനൊരു പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുന്നു എന്ന് കരുതിക്കോളും. ഇത് മുഖ്യമന്ത്രി എവിടെ വന്നില്ലെങ്കിലും മന്ത്രിമാർ എവിടെ വന്നില്ലെങ്കിലും നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടന്നു പോകേണ്ടതാണ്. അപ്പൊ അത് ഒരു പോളിസി മേക്കിങ്ങിന്റെ ഭാഗമല്ല. നേരെ മറിച്ച് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശത്തിനെ നമ്മൾ ഒരു നയമായി സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കി, അതുകൊണ്ട് ഇത്രയധികം ആൾക്കാരുടെ ജീവിതത്തിലെ അത് സ്പർശിക്കുന്നു. ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഫയലാകാതെ വരുന്ന ഘട്ടത്തിൽ തന്നെ ആൾക്കാരെ നമുക്ക് രക്ഷിക്കുന്ന രീതിയിലത്തേക്ക് ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലും ഇവിടെ ആർക്കും സമയവുമില്ല, ഇതിനുള്ള നേരവുമില്ല. നമ്മൾ നോക്കുമ്പോൾ കുറേയധികം ആൾക്കാർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നു, മീറ്റിംഗ് നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നതിനോ സംസ്ഥാനത്തിന് ഉചിതമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഒരു നയരൂപീകരണം നടത്തുന്നതിനോ സർക്കാരിന് കഴിയുന്നില്ല. നേരെ മറിച്ച് നയവ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിദ്യാഭ്യാസ മേഖല എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ കൺവെൻഷനായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും കൂടിയാലോചന പോലും ഇല്ലാതെയാണ് അതിൽ നയവ്യതിയാനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അവരെവിടെയാണ് നിൽക്കുന്നത്, നയരൂപീകരണത്തിൽ അവരെവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിനെ പറ്റി അവരുടെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായതിനു ശേഷം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ല എങ്കിൽ ഇത് വെറുതെ പൊതുജനത്തിന്റെ പണം എടുത്തിട്ട് ധൂർത്തടിക്കുന്നതിനുള്ള പല പല വേദികളായി മാറുകയുള്ളൂ. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ, ഇതിനെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത്
ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന് നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരിക്കലും ഒരു ഡെറ്ററന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ പല രീതികളിൽ റീബ്രാൻഡ് ചെയ്യും. ഇന്ന് ഇതിന് ഒരു പേര് വിളിക്കുന്നു എങ്കിൽ നാളെ മറ്റൊരു പേര് വിളിച്ചതിന് ശേഷം ഇവർക്ക് വീണ്ടും ആൾക്കാരെ കാണാം. അപ്പൊ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരെയാണോ രാഷ്ട്രീയമായിട്ട് സമീപിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അതെല്ലാം തന്നെ സർക്കാർ ചെലവിലൂടെ നടക്കുന്ന ഒരു രീതി ഉണ്ടാകും. അതല്ലെങ്കിൽ ഇതിന്റെ ഗുണം എന്താണെന്ന് പറയണം. അപ്പൊ ഇതൊന്നും തന്നെ ഓഡിറ്റ് ഇല്ലാതെ നടക്കുന്ന കുറേയധികം ജനസമ്പർക്ക പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ വിമർശിക്കുകയല്ല, നേരെ മറിച്ച് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതിനെ വിലയിരുത്തുന്ന സമയത്ത് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ഗുണമുണ്ടായി എന്ന് പറയാൻ കഴിയാത്തിടത്തോളം കാലം, ഞാൻ പറഞ്ഞത് ഇന്നടത്ത് ഒരാളിന്റെ ഇന്ന വിധവാ പെൻഷൻ നമ്മൾ റെഡിയാക്കി കൊടുത്തു എന്നതല്ല, നേരെ മറിച്ച് ഒരു നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യം ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് സർക്കാരിന് പറയാൻ കഴിയാത്തിടത്തോളം കാലം ഇത് വെറും ധൂർത്ത് മാത്രമാണ്. അതിന് പണം ഖജനാവിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വിവിധ ഓവുചാലുകളുടെ നിർമ്മാണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ആശാ ലോറൻസ്, വീണ തൈക്കണ്ടിയിലിനെ പോലുള്ള ഒരാളായിട്ട് ജനിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ? എം ലോറൻസ് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിൽ അതികായനായ ഒരു വ്യക്തിയാണ്. ഇടതുമുന്നണിയുടെ കൺവീനറായിരുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ഒരു അച്ഛൻ്റെ സഹായം പോലും, അതായത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കാൻ പോലും അച്ഛൻ ഒരിക്കലും സഹായിച്ചില്ല എന്ന് എപ്പോഴും പരിതപിക്കുന്ന ഒരാളാണ് ആശാ ലോറൻസ്. ആശാ ലോറൻസ് പല സ്ഥലത്തും അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു വിഷമം വല്ലതും ഉണ്ട് ഇപ്പോൾ അലട്ടുന്നുണ്ടോ? സഹായിച്ചിട്ടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അപ്പച്ചനോട് പരിഭവമൊന്നുമില്ല. സഹായിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, അപ്പച്ചൻ PSC എഴുതാനാണ് പറഞ്ഞത്, അല്ലാണ്ട് ഇങ്ങനെ കോർപ്പറേഷനുണ്ട് പിന്മാതില്ല പിന്നെ അത് സ്ഥിരപ്പെടുത്താൻ. ബാംഗ്ലൂരിലും കാനഡയിലും ഒക്കെ കമ്പനികൾ തുടങ്ങാനൊന്നുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഗുംട്ടി, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു ഗുംട്ടി എങ്കിലും തുടങ്ങാനുള്ള ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. ആകാത്തതിൽ വിഷമമുണ്ടെന്ന് പറയാൻ പിണറായി വിജയൻ അല്ലല്ലോ എം ലോറൻസ്. അത് ശരിയാണ്. അതിൽ ഞാനെന്തിനാ വിഷമിക്കേണ്ട? പിന്നെ ഇതുപോലെ EDയുടെ മുമ്പിലും SFIയുടെ മുമ്പിലും വൈദ്യനാഥന് വക്കീല്, കപിൽ സിബില്, ദുഷ്യന്ത് അങ്ങനെ വളരെ പ്രഗത്ഭരായുള്ള അഭിഭാഷകരൊക്കെ ഇറക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. എൻ്റെ അമ്മ ടീച്ചറും ആയിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാലും വിഷമിക്കണം? പെൻഷൻ പണം ഉണ്ടായിരുന്നില്ലല്ലേ? പക്ഷെ എൻ്റെ അമ്മ സ്കൂൾ ഉടമസ്ഥന്റെ മകളായിരുന്നു കേട്ടോ. അമ്മ പരിതപിച്ചിരുന്നു. അമ്മ പഠിച്ചൊരു തുന്നൽ ടീച്ചറോ കുക്കിംഗ് ടീച്ചറോ എന്തെങ്കിലും ആകെ സ്വന്തം സ്കൂളിൽ, സ്വന്തം എൻ്റെ അമ്മയുടെ അപ്പൻ്റെ സ്വന്തം സ്കൂൾ ഇപ്പോഴും ഉണ്ടത്, നിലനിൽക്കുന്നുണ്ട്. 1617 സ്ഥാപിച്ചത്. അവിടെ അമ്മയ്ക്കൊരു ടീച്ചറാകായിരുന്നു. പക്ഷേ അങ്ങനെ പെൻഷൻ കിട്ടിയിട്ട് ഇതുപോലൊരു ബിസിനസ് തുടങ്ങാനുള്ള പെൻഷൻ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല, കണക്കൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഈ വൈദേഹം റിസോർട്ടിൻ്റെ കാര്യത്തിലും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ AP ജയരാജൻ്റെ ഭാര്യയുടെ അന്ന് ചർച്ചയ്ക്ക് വന്ന ആരാണ്, റെജിയിലൊക്കെ ആരാന്ന് എനിക്ക് ഓർക്കണില്ല, അദ്ദേഹം പറഞ്ഞിരുന്നു ഭാര്യയുടെ മറ്റേ ശമ്പളം ആനുകൂല്യമൊക്കെ വെച്ചിട്ടാണ് റിസോർട്ടിൽ ഇവരെല്ലാവരും ഭാര്യമാരുടെ ഇത് മുഴുവൻ ഇങ്ങനെ ബിസിനസ്സിൽ കൊടുക്കുമ്പം. അല്ല, സഖാവ് CN മോഹന്റെ ഭാര്യയും സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അല്ല, അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് വിദേശത്ത് യോർക്ക് സർവകലാശാലയെ പഠിപ്പിക്കാൻ വിട്ടതും അങ്ങനെയാണെന്നാ പറയുന്നത്. അതെ, വീണ വിജയന്റെ അമ്മ താങ്കളുടെ ടീച്ചറായിരുന്നില്ലേ? ഏത് ക്ലാസ്സിലായിരുന്നു? ഏത് ക്ലാസ്സിലെ? AK ബാലന്റെ ഭാര്യയ്ക്ക് തൽക്കാലം ഒന്നും കൊടുക്കാൻ പറ്റാത്തോണ്ട് ഇപ്പൊ സീറ്റിൽ പരിഗണിക്കുന്നുണ്ടെന്ന്. വീണ വിജയന്റെ അമ്മ താങ്കളെ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച? 5, 6, 7 ക്ലാസ്സുകളിൽ സാമൂഹ്യ പാഠം. 5, 6 സാമൂഹ്യ പാഠം. അതെ, 5, 6 പഠിപ്പിച്ച, അതായത് LP അല്ലേ, UP പോലും ആയിട്ടില്ല. അപ്പം LP സ്കൂളിലെ ഒരു ടീച്ചർക്ക് UP 5 ആകുമ്പോൾ UP ആയിട്ടുണ്ട്, സോറി ക്ഷമിക്കുക. ആ UP സ്കൂളിലെ ഒരു ടീച്ചർക്ക് എന്തായിരിക്കും പെൻഷൻ തുക കിട്ടിയിട്ടുണ്ടാവുക? ആ പെൻഷൻ തുക കൊണ്ട് ബാംഗ്ലൂർ പോയിട്ട് റെൻറ്റഡ് ആണോ അവരുടെ ബിൽഡിങ്? എനിക്ക് വാടകയ്ക്കായിരിക്കില്ലേ എക്സാലോജിക്ക് തുടങ്ങിയിട്ടുണ്ടാവുക. അതിന് ബാംഗ്ലൂർ പോയിട്ട് എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കൽ, അതിന് തന്നെ ആ പെൻഷൻ തുക തികഞ്ഞു കാണില്ല അല്ലേ? പിന്നെ അതിൻ്റെ ഒരു ഇന്റീരിയറും AC-യും പറ്റിക്കാനുള്ള വാദങ്ങളാണെന്ന് ആർക്കറിയാം. അതറിയാം. അപ്പം അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. എനിക്കതിൽ അതുപോലെ ആകാൻ പറ്റിയില്ല എന്ന വിഷമത്തിൽ ഞാൻ ഒന്നും കൂടി ഉത്തരം പറയണു, പിണറായി വിജയൻ അല്ല, M ലോറൻസ്.
അതിലെ അപ്പോൾ എനിക്ക് വിഷമിക്കേണ്ട അല്ല, കാര്യമൊന്നുമില്ല. സി എൻ മോഹനെ പോലെ വിദേശത്തെങ്കിലും അയച്ച് പഠിപ്പിക്കാമായിരുന്നു എം ലോറൻസിന്. അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്നു. ഇപ്പോഴത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ അവസ്ഥ അറിയാലോ. അപ്പച്ചൻ ഞങ്ങളുടെ 4 മക്കളെ പഠിപ്പിക്കാൻ ഞാനത് എത്ര പ്രാവശ്യം 100 പ്രാവശ്യത്തിലേക്കുള്ള FB-യിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 1961 എൻ്റെ അമ്മയുടെ കുടുംബസ്വത്തും അമ്മയുടെ സ്വർണവും ഹൗസിംഗ് ലോണും എടുത്ത വീട്, ടെറസിട്ട വീടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. 61 ടെറസിട്ട വീടൊക്കെ അപൂർവമല്ലേ. അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ചോരുന്ന ഒരു ഓടിട്ട വീട്ടിൽ വാടകയ്ക്ക് താമസിപ്പിച്ചാണ് അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചത്. സെൻറ്റ് തെരേസസിൽ ഞങ്ങളെ പഠിപ്പിച്ചത് ചോദ്യം ചെയ്ത സഖാക്കളുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണു, വീട്ടിൽ ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട്, പട്ടിയെ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അമ്മയുടെ വീട്ടിലെ സഹായം കൊണ്ടാണ്. പാർട്ടി അലവൻസ് കൊണ്ട് ജീവിച്ച കുടുംബമൊന്നും അല്ല ഞങ്ങളുടേത്. അമ്മയുടെ വീട്ടിലെ സഹായം നന്നായിട്ടുണ്ടായിരുന്നു. അത് സഖാക്കൾക്ക് അറിയാം. എറണാകുളം തൊട്ട് തെക്കോട്ടുള്ള സഖാക്കൾക്ക് അറിയാം. കണ്ണൂർ ലോബിക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. കണ്ണൂർക്കാർ പറ്റിയൊന്നും ഞാനങ്ങനെ വീട്ടിലങ്ങനെ കേട്ടിട്ടില്ല. പിണറായി വിജയനെ പറ്റി ഞാൻ ആ പേരൊക്കെ കേൾക്കുന്നത് തന്നെ വിഭാഗീയതയുടെ പേരും അപ്പച്ചനെ പാലക്കാട് സമ്മേളനത്തിൽ വെട്ടിനിരത്തിയല്ലോ. അപ്പോഴാണ് ഇങ്ങനെ പിണറായി വിജയനും VS-ഉം കൂട്ടാണ് അവർ ഒരുമിച്ചാണ് അപ്പച്ചനെ വെട്ടിനിരത്തിയെന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് ഈ പിണറായി വിജയനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് കണ്ണൂരിലെ ഒരു ജയരാജന്മാരെ അറിയില്ല. അവരാരും ഡീഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല. അറിയാത്തത് നന്നായി. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പാർട്ടിയുടെ അപജയം അതൊക്കെ അപ്പച്ചനെ അറിയുന്നുണ്ടോ ഇപ്പോൾ? അപ്പച്ചൻ ഇത് 2021 ഹോസ്പിറ്റലിൽ കിടന്നപ്പം ആണ് ഇവിടുത്തെ 2ാം പിണറായി വിജയൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം അപ്പച്ചൻ 1-2 കാര്യം പറഞ്ഞിരുന്നു. അത് അപ്പച്ചൻ പറഞ്ഞെന്നും പറഞ്ഞു പുറത്ത് പറയണ്ടെന്നും പറഞ്ഞു. എനിക്ക് എൻ്റെ അപ്പനോട് അത് വാക്ക് പാലിച്ചേ പറ്റൂ. എൻ്റെ അപ്പനാണ് കിടക്കുന്നത്. അപ്പച്ചനെ കാവൽ നിൽക്കുന്ന CAT-കാരാണ്. അപ്പച്ചൻ പറഞ്ഞതിന് ഞാനും എൻ്റെ മകനും സാക്ഷിയാണ്. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. അപ്പച്ചൻ ചിരിച്ചുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഈ പാർട്ടിയിൽ ഈ മന്ത്രിസഭയിലെ 3 പേരെ പറ്റിയും പറഞ്ഞു. അതൊക്കെ അപ്പച്ചൻ വ്യക്തിപരമായിട്ട് മകളോടും പേരക്കുട്ടിയോടും പറഞ്ഞ് തമാശ പോലെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞു പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ്റെ ജീവൻ എനിക്ക് വലുതാണ്. കാരണം ഞാനത് പുറത്ത് പറയാൻ പറ്റത്തില്ല. പിന്നെ അപ്പച്ചൻ അവിടെ വരെ അറിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ 94 അപ്പച്ചൻ്റെ പ്രായം. അന്ന് 92 അല്ലേ, 2 വർഷം മുന്നേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളും ഇതിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവില്ലേ. പിന്നെ അപ്പച്ചൻ എപ്പോഴും ശബ്ദം കേൾക്കൽ, പണ്ട് എന്താ പറയുക, ലൈറ്റ് കാണലൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയ ഒരു പ്രായമാണ്. TV ഒന്നും കാണുന്നുണ്ടാവില്ല. പിന്നെ ഇതുപോലത്തെ വാർത്തകൾ എന്തായാലും കൂടെ നിൽക്കുന്ന അപ്പച്ചനെ നോക്കുന്ന പരിചരിക്കുന്നവരെ എത്തിക്കാനും സാധ്യതയില്ല. പക്ഷെ അതിനു മുമ്പ് അപ്പച്ചൻ ആക്റ്റീവായിരുന്ന സമയത്ത് കിടപ്പാകുന്നത് വരെ പാർട്ടിയുടെ പോക്ക് എന്തായിരുന്നു എന്നുള്ള അപ്പച്ചനും അറിയാമല്ലോ. അല്ല, ഇപ്പോൾ ഈ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? ചികിത്സയുടെ ചിലവെല്ലാം പാർട്ടി കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. 8 COT-കാരെ ഇത് നിർത്തിയിട്ടുണ്ട്. എന്നോട് KJ ജേക്കബ് അങ്കിളാണ് അത് പറഞ്ഞത്. ഞാൻ ജേക്കബ് അങ്കിളോടാണ് അപ്പച്ചൻ്റെ കാര്യമൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത്. വ്യക്തിപരമായ ചില കാര്യങ്ങൾ കാരണം അപ്പച്ചൻ്റെ മൂത്ത മകൻ്റെ വീട്ടിൽ ഞാൻ പോകാറില്ല. അപ്പച്ചൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അപ്പച്ചൻ്റെ പുറകെ തന്നെ ഉണ്ട്. അപ്പച്ചൻ എൻ്റെ സേഫ്റ്റി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അപ്പനാണ്. എനിക്കാരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എൻ്റെ മനസാക്ഷിയോട് ഞാൻ നീതി പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പച്ചനെ നോക്കാൻ ഷിഫ്റ്റ് പ്രകാരം COT-കാർ 2 പേര് വെച്ച് മാറി മാറി നിൽക്കുന്നുണ്ട്. 8 പേരെ അവർ ട്രെയിൻ ചെയ്ത്. അനാരോഗ്യത്തിലേക്ക് വഴുതി വീഴുന്ന തൊട്ടു മുമ്പ് വരെ MM ലോറൻസ് പ്രതികരിച്ചിരുന്നു. ഈ ധൂർത്ത് അഴിമതിക്കെതിരെയൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് നടത്തിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു. MM ലോറൻസിന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരിട്ട് വന്ന് പിണറായിയുടെ കരണക്കുറ്റിക്ക് അടിച്ചേനെ. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നണില്ല. കരണക്കുറ്റിക്ക് അടിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പച്ചൻ പാർട്ടി കേഡറാണ്. അപ്പച്ചൻ പാർട്ടിയിൽ പറയും, പുറത്ത് പോലും അത് പറയും. ഈയിടെ എന്തോ പറഞ്ഞിരുന്നു. ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകും. ഈ കാണിക്കുന്നതൊക്കെ ഇവരൊക്കെ അധ്വാനിച്ച് വളർത്തിയ പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനത്തിൻ്റെ അപജയം കാണുമ്പോൾ ആരായാലും അടിച്ചു പോവില്ലേ? ചോദിക്കുമായിരുന്നിരിക്കാം, പാർട്ടിയിൽ അത് പറയുമായിരുന്നിരിക്കാം. VS-ഉം ആക്റ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അവർ 2 പേരും ചോദ്യം ചെയ്യാനും. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ അവരെ 2 പേരും മാറ്റി നിർത്താമല്ലോ. അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് അവർക്ക് സമാധാനവും റെസ്റ്റും വേണ്ട ഒരു പ്രായത്തിൽ 2 പേരും എത്തിയപ്പം അവരിനി തിരിച്ചു വന്ന് അടിക്കണ്ട. ആരും അടിക്കണ്ട പിണറായി വിജയനെ. SFI-ലോ DYF-ലോ CPM-ലോ ആർക്കെങ്കിലും അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊന്ന് ചോദിച്ചൂടെ?
ഞങ്ങളെയൊക്കെ കോൺവെന്റിൽ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്ത SFI പ്രതിനിധികളുണ്ട്. ഞങ്ങളെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ചോദ്യം ചെയ്ത VS ഉണ്ടായിരുന്നു. മകളെ ആദ്യത്തെ മൂത്ത മോളുടെ കല്യാണമാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം നടന്നത്. അത് പള്ളി വെച്ച് നടത്തുന്നതിനെ ചോദ്യം ചെയ്തു. അപ്പച്ചന് അത് കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും. അങ്ങനെ എല്ലാത്തിനും. അതുപോലെ VSന്റെ മകന് ഒരു ബൈക്ക് വേണമെന്ന് അരുൺ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം കേട്ടില്ലെങ്കിൽ നാളെയെങ്കിലും ഇത് അറിയുമല്ലോ. ഞാൻ പറയണത് കള്ളമാണെങ്കിൽ അരുൺ വന്ന് പറയട്ടെ. അരുണിനൊരു ബൈക്ക് വേണം എന്നുള്ള ആഗ്രഹം വന്നപ്പം അപ്പച്ചനോട് ലോറൻസ് അങ്കിൾ ഒന്ന് അച്ഛനോട് പറയണം എന്ന് പറഞ്ഞ് AK സെൻറ്ററിൽ വെച്ച് പറഞ്ഞിട്ട് അപ്പച്ചനത് സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ അപ്പച്ചൻ VSുമായിട്ട് അന്നും സ്വകാര്യ സംഭാഷണത്തിനൊന്നും അവർ പണ്ട് തൊട്ടേ അവർ ചേർന്ന് പോയിട്ടില്ല. ഒരു കാലത്ത് അവർ ചേർന്ന് പോയതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൂടിയപ്പം പറഞ്ഞു ഇവരെല്ലാവരും തമ്മിൽ നിങ്ങളൊക്കെ അറിയുന്ന പോലെയല്ല മക്കളുടെ കാര്യങ്ങൾ വരെ അവിടെ ചർച്ച ചെയ്യാറുണ്ട്. മക്കൾക്കൊരു അഡ്മിഷൻ കിട്ടുമ്പം മക്കളുടെ എല്ലാ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് ഇതൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഇന്ന സാരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പണ്ടെല്ലാം നടന്നിരുന്നത്. ഇപ്പോഴത്തെ രീതി എനിക്കറിയില്ല. ബിസിനസ്സും കാനഡ എല്ലാം ബ്രാഞ്ച് തുടങ്ങണമെന്നും. അപ്പോൾ ഈ അരുണിൻ്റെ ബൈക്ക് വാങ്ങുന്ന കാര്യം പോലും എന്നിട്ട് VS വളരെ സൂത്രത്തിൽ അത് പറഞ്ഞു ലോറൻസ് പറഞ്ഞതല്ലേ മേടിച്ചേക്കാന്ന്. അതായത് അത് ലോറൻസിന്റെ തലയെ വെച്ച് കൊടുത്ത് അപ്പച്ചൻ പറഞ്ഞു ഇത് പിള്ളേരുടെ ആഗ്രഹമല്ലേ, ഇതൊന്നും വലിയ കാര്യമല്ല, ഒരു ബൈക്ക് മേടിച്ച് കൊടുക്കുന്നതിന് വലിയ കാര്യമല്ല എന്ന്. അതുപോലെ ശിവദാസ മേനോൻ ഏതോ ഒരു ഇന്നോവ അന്ന് ഏത് വണ്ടിയോ മേടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം വന്നപ്പം അന്ന് അപ്പച്ചനോട് ഇതുപോലെ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതൊന്നും വലിയ കാര്യമല്ല എന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും വേണമല്ലോ. പറഞ്ഞ പോലെ കാരണത്തടിക്കലൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തോന്നിയാസങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് സെക്രട്ടറി പറഞ്ഞതുപോലെ ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യേണ്ടതാണ്. ഒന്നും വേണ്ട. വീണയുടെ കാര്യത്തിൽ വീണയ്ക്ക് പഠിച്ചു, ക്വാളിഫൈഡ് ആണ്, അതെങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ സെക്കൻഡറി. വീണ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അതും വീണയുടെ റൈറ്റാണ്. ഒരു ബിസിനസ് തുടങ്ങണോ ജോലിക്ക് പോകണോ ഒക്കെ വീണയുടെ. പക്ഷെ വീണയുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ AK സെൻറ്ററിൻ്റെ പേര് വെക്കാൻ ആരനുവാദം കൊടുത്ത ആരുടെ? അത് കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. തൈക്കണ്ടി എന്നാണോ അത് പറയുന്നത്? തൈക്കണ്ടി ഫാമിലിയുടെ അല്ലല്ലോ AKG സെൻറ്റർ. ഇവിടുത്തെ ഓരോ സഖാവിൻ്റെയും പാർട്ടി മെമ്പേഴ്സ് 3 ലക്ഷത്തിൽ കൂടുതൽ പേരുണ്ട്. പാർട്ടി അനുഭാവികൾ അതിനേക്കാളും കൂടുതലുണ്ട്. അവരുടെ എല്ലാം ചില്ലിക്കാശ് സംഭാവന കൊടുത്തതും അവരുടെയൊക്കെ ഓരോ ശമ്പളത്തിൻ്റെ ഇത്ര വെച്ച് മേടിച്ചതും പാർട്ടി അനുഭാവികളും അല്ലാത്തവരുമായിട്ടുള്ള സമ്പന്നരോട് സംഭാവന മേടിച്ചും പണിതുയർത്തിയതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും CPMൻ്റെയും മിക്ക രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ ഫണ്ടും അങ്ങനെ തന്നെ റേസ് ചെയ്യണം. CPMൻ്റെ പ്രത്യേകിച്ചും പാവപ്പെട്ട തൊഴിലാളികൾ കൊടുത്ത ഓരോ തുട്ട് കാശ് വെച്ച് പണിതതാണ് ലെനിൻ സെൻറ്ററും AKG സെൻറ്ററും AKG ഭവനും ഒക്കെ. അതിൻ്റെ അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട് വീണയുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആരനുവാദം കൊടുത്തു? പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ആശാ ലോറൻസ് ഇന്ന് പാർട്ടിയും അതുപോലെ ഇന്ന് സർക്കാരും എല്ലാം പിണറായി വിജയനാണ്. അങ്ങനെ ആരനുവാദിച്ചു കൊടുത്തിട്ടുണ്ട്? സർക്കാരും പാർട്ടിയും. ആര് ചോദ്യം ചെയ്യും? ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരുത്തരെ പിടിച്ച് രാജ്യസഭയിലോട്ടൊക്കെ വിട്ടിരിക്കുന്നത്. രാജ്യസഭ, കോർപ്പറേഷൻ ചെയർമാൻ, മന്ത്രി, PB മെമ്പർ, ഇങ്ങനെ എല്ലാവരും ആക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്താ ജെറോം വരെ പോയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ യൂത്തിൽ ആ ഒരു ഏജിൽ പോലും എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്നവരൊക്കെ അതേ സീനിയോറിറ്റി ഉള്ളവരാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്നത്. ചിന്താ ജെറോമിനെ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവരെ പോലെയൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്തവരെ ഇരിക്കണ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എൻ്റെ അപ്പനില്ലാത്തതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പ്രിൻറ്റു, സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് 1 മിനിറ്റിൽ ഉത്തരം തരിക. എനിക്ക് വസന്തനോടുള്ള അഭ്യർത്ഥന അതാണ്. പ്രിൻറ്റു, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹരിദാസ് പറഞ്ഞ ആ ഒരു അവിശ്വാസം എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഇപ്പോഴും ഇതല്ലാതെ മറ്റു മാർഗമില്ല. പ്രതിപക്ഷത്തുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല. പൊതുസമൂഹത്തിൻ്റെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 10% നിഷ്പക്ഷരായി ചിന്തിക്കുന്നവരുണ്ട്. അവരെ കൂടി നിങ്ങളോടൊപ്പം നിർത്താൻ ഇനി എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അല്ല, തീർച്ചയായും BJP ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങൾ വളരെ അധികം ശക്തിയോടുകൂടി തന്നെയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, 1 ലക്ഷം പേരുടെ യുവാക്കളുടെ സമരമായിക്കോട്ടെ, സ്ത്രീകളുടെ സമരമായിക്കോട്ടെ ഒക്കെ ചെയ്തു. പക്ഷേ പ്രത്യക്ഷ പ്രതിപക്ഷം എന്ന രീതിയിൽ കേരളം കാണുന്നത് ഈ കോൺഗ്രസിനെയാണ്.
ഇപ്പൊ കെട്ടിയിറക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു ഇടത് ബുദ്ധിജീവി പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പിണറായി വിജയന്റെ അനിയനാവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കേരള നിയമസഭയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, സത്യത്തിൽ പിണറായി വിജയനെതിരെ ഏറ്റവും നല്ല രീതിയിൽ പോരാടുന്ന ഒരാളാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ. ഈ മാത്യു കുഴൽനാടന്റെ പിറകിൽ ശക്തമായിട്ടൊന്ന് നിൽക്കാൻ ഈ കോൺഗ്രസിനും വി ഡി സതീശനും സാധിക്കുന്നുണ്ടോ? അയാൾ ഒറ്റയാൾ പട്ടാളമായിട്ട് അയാൾ പോരാടുകയാണ്. അദ്ദേഹത്തിന്റെ വിൽ പവറും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള അറിവും അങ്ങനെയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. നേരത്തെ വസന്ത് പറഞ്ഞു, ഞങ്ങൾ ഈ പിണറായി വിജയന്റെ നവകേരള സദസ്സിനെതിരെ കേരളം അങ്ങോളം ഇങ്ങോളം പോരാട്ടം നടത്തിയത്. എന്ത് പോരാട്ടമാണ് ഇവർ നടത്തിയത്? നിങ്ങൾ നോക്കൂ, പിണറായി വിജയനെ പോലീസല്ല, ഡിവൈഎഫ്ഐക്കാർ സുരക്ഷാ സേന എന്ന പേരിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലിട്ടിട്ട് പട്ടിയെ പോലെ തല്ലുന്ന സമയത്ത് ഈ നോക്കി നിൽക്കുക പ്രതിപക്ഷം ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, പിന്നീട് ഇവർ കൊല്ലത്താണെന്ന് പ്രതികരിച്ചത്. കൊല്ലത്ത് പ്രതികരിക്കാൻ കാരണം യുവമോർച്ചയുടെ ആളുകൾ ഈ പ്രതിപക്ഷത്തിലെ ഈ ഡിവൈഎഫ്ഐക്കാരെ തിരിച്ചടിച്ചു. പിന്നീടാണ് തിരുവനന്തപുരത്തിലാണ് ഈ ലൂസിഫറിന്റെ ക്ലീഷ ഡയലോഗുമായിട്ട് എന്റെ പിള്ളേരെ തുടർന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആര് വരുന്നത്? വി ഡി സതീശൻ വരുന്നത്. സത്യത്തിൽ വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷം ഈ കേരളത്തിൽ പരാജയമാണ്. കാരണം വി ഡി സതീശന്റെ എയിം എന്ന് പറയുന്നത് പിണറായി വിജയനല്ല, നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലാണ് വി ഡി സതീശൻ. അപ്പൊ സ്വാഭാവികമായിട്ട് BJP ഇവിടുത്തെ ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ എതിരഭിപ്രായം തേടുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? വി മുരളീധരനോ കെ സുരേന്ദ്രനാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ കേരളത്തിലെ ആളുകളുടെ ഭാവിയിലെ പ്രതീക്ഷ അത് BJP-യിലാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. അതിന് കാരണം ഈ പ്രതിപക്ഷം എന്ന രീതിയിൽ CPM-ന്റെ ഒരു ഘടക കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ ശ്രീ സാർ പറഞ്ഞ കാര്യത്തിലായിക്കോട്ടെ, ഹൈദരാബാദ് സാർ പറഞ്ഞ കാര്യത്തിലായിക്കോട്ടെ, അതിനുള്ള ഒരു പ്രശ്നം. വസന്ത്, മറുപടി. അല്ല, അദ്ദേഹത്തിനുള്ള മറുപടി ഇതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു നല്ല പ്രതിപക്ഷമല്ലായിരുന്നെങ്കിൽ ആ സ്പേസിലേക്ക് BJP-ക്ക് വളരാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും, പുതുപ്പള്ളി അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലും BJP-യുടെ വോട്ട് താഴേക്ക് തന്നെയാണ് വളരുന്നത്. അതൊന്ന് പഠിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. ഞങ്ങളുടെ സ്പേസിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോ അതവിടെ മാറ്റിവെച്ചേക്ക്. രണ്ട്, നിയമസഭയിലും കോടതിക്കുള്ളിലും ഗ്രൗണ്ടിലും ഇറങ്ങി കളിക്കുന്ന പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. അത് വരും തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി ഒരു കാര്യം കൂടി, ആശാ ലോറൻസ് നേരത്തെ സൂചിപ്പിച്ചതിനോട് സൂചിപ്പിക്കുകയാണ്. പണ്ട് ഈ പാർട്ടിയിൽ, അതായത് CPM-ൽ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, M സ്വരാജ്. ആലപ്പുഴ സമ്മേളനത്തിൽ അരുൺകുമാർ, നേരത്തെ പറഞ്ഞ നമ്മുടെ VS-ന്റെ മകൻ അരുൺകുമാറിന് വഴിവിട്ട സഹായങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സ്വരാജ് ഉണ്ടായിരുന്നു. ആ സ്വരാജ് തൽക്കാലം ഉറക്കത്തിലാണ്. അദ്ദേഹം 6 മാസം കഴിയുമ്പോൾ എഴുന്നേക്കും. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങും എന്നാണ് ഞാൻ ആ സ്വരാജ് തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം VS എന്ന് പറഞ്ഞ സ്വരാജ് തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോ VS-നെ അവിടെ വിളിച്ചു കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു ജയിക്കാൻ വേണ്ടിയിട്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തും ചെയ്യല്ലോ. പിന്നെ താങ്കളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടി സാറും കെ സുധാകരൻ സാറും ഒക്കെ എനിക്ക് അത്രയ്ക്ക് ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പം കുറച്ച് നാൾ മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കോൺഗ്രസും ഈ പിണറായി വിജയൻ്റെ സർക്കാരും കൂടി ഒരു സമരം ചെയ്തു. പിണറായി വിജയൻ്റെ തൊട്ടടുത്തിരുന്നത് രമേശ് ചെന്നിത്തല സാറായിരുന്നു. ഞാൻ അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടെ പോകുമായിരുന്നു തിരുവനന്തപുരത്തുള്ളപ്പോൾ. ചോദിച്ചു, ഇനിയിപ്പോൾ സഖാവെന്ന് വിളിക്കാമല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, അവരുടെ കൂടെ പോയില്ല, ഇനിയിപ്പോൾ സഖാവെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ പോയില്ല ആ സമരത്തിന്. കെ സുധാകരൻ സാറിനോട് ഞാൻ ചോദിച്ചു, ഒറ്റയ്ക്ക് നടത്താൻ പാടില്ലായിരുന്നു ആ സമരം. പ്രതിപക്ഷത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം നടത്തണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിൻ്റെ സഹായം വേണ്ട. കോൺഗ്രസിൻ്റെതായ ഒരു ഹെറിഡിറ്ററി ഉണ്ട് അല്ലേ? അവർ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കോൺഗ്രസ്സുകാരോടൊന്നും മിണ്ടാൻ പാടില്ല, KFC-കാരോടും മിണ്ടാൻ പാടില്ല എന്നായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നു. മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ സമരം നടത്തുമ്പോൾ ഇവരുടെ കൂടെ ചേർന്നിരുന്ന് തോളത്തോട് ചേർന്ന് നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. വേറെ സമരം ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ BJP-യും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ വേണമെങ്കിൽ സമരം ചെയ്യാമല്ലോ ഇവിടെ. ബോർഡർ കഴിയുമ്പോൾ നമുക്ക് വേറെ ആക്കാന്നേ. അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിന്റെ ഇത്. എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ അപ്പുറത്തെ സീറ്റ് പിടിപ്പിക്കാൻ വേണ്ടി CPM-നും CPI-നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ സീറ്റ് മേടിച്ചു കൊടുക്കുന്നത്? ഒരു പറഞ്ഞ സമരം എനിക്ക് കിട്ടുന്നില്ല. CA-NRC സമരമായിരിക്കാം. അതേതായാലും ദേശീയ അടിസ്ഥാനത്തിൽ ഒരുമിച്ചാണ് സമരങ്ങൾ. ഇനി നേരത്തെ ഉണ്ടായ തട്ടിക്കൂട്ട് സമരമുണ്ടല്ലോ ഡൽഹിയിൽ, അങ്ങ് പാർലമെന്റ് മന്ദിരത്തിന്റെ 5 ഏക്കർ അപ്പുറത്ത് നടന്ന സമരം. ആ സമരത്തിൽ ഏതായാലും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഇങ്ങോട്ട് പങ്കെടുക്കാൻ അവർ കൂട്ടുകയും. ഓക്കെ, ശ്രീത്തെ ഒരു മിനിറ്റ് മാത്രമേ ശേഷിക്കൂ. ശ്രീത്തെ, ഈ പൊതുജനങ്ങൾ കൈവെക്കുന്ന ഒരവസ്ഥ വരുമോ ഇങ്ങനെ പോവുകയാണെങ്കിൽ? ഞാനത് ഇടയ്ക്കൊക്കെ സ്വപ്നം കാണാറുണ്ട് കേട്ടോ, ഓടിച്ചിട്ടടിക്കുന്നതൊക്കെ. പണ്ട് ഓക്കി ദുരന്തം വന്ന സമയത്ത് ഇവിടുന്ന് ഓടിച്ച് അല്ലോ, അതുപോലെ ഒരു പക്ഷേ
ജനങ്ങൾ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ശ്രീലങ്കയിലെ ഒക്കെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമാവുമോ? അല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ലാതിരിക്കുക എന്നുള്ളത് സാറിന്റെ തന്നെയാണ്. സ്വപ്നം ഫലിക്കട്ടെ. അല്ല, അങ്ങനെ ഒരു സ്വപ്നം ഫലിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. കാരണം ഞാനൊരു തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി സർക്കാരിനെ മാറ്റാനായിട്ട് ജനങ്ങൾ ശ്രമിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തെറ്റായ മാതൃകകൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലത്തേക്ക് ജനങ്ങൾ തന്നെ ചിലപ്പോൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നതും സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ്. അത് മറ്റൊരാളിന്റെ പെടലേക്ക് വെക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. കേന്ദ്രം നമുക്ക് അത് തരുന്നില്ല, കേന്ദ്രം 57,000 കോടി രൂപ തരേണ്ടതാണ്, കേന്ദ്രം പണ്ടുണ്ടായിരുന്ന അതേ റേറ്റിൽ തരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അപ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് അവർ BJP ന്യായീകരിക്കുന്ന രീതിയിലത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും ഫാക്ട് പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോൾ ശ്രീ PC വിശ്വനാഥ് MLA അടക്കമുള്ള ആൾക്കാർ സഭയിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കണക്കുകളെല്ലാം തന്നെ തെറ്റാണ്. കാരണം 10ാം ഫൈനാൻസ് കമ്മീഷന്റെ കണക്കൊക്കെ വെച്ചിട്ട് 15ാം ഫൈനാൻസ് കമ്മീഷന്റെ കാലത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം ഇവിടെയുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളില്ല, പുതിയ ധനാഗമ മാർഗങ്ങളില്ല, ഉള്ളതിൽ കൂടുതൽ ടാക്സ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ട് സർക്കാരിന് കഴിയുന്നുമില്ല. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അച്ചടക്കമില്ലായ്മ ഉണ്ടാകുന്നത്. ആ അച്ചടക്കമില്ലായ്മയാണ് സർക്കാരിനെ ഇത്തരത്തിലുള്ള പല ധൂർത്തുകളിലേക്കുമൊക്കെ നയിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞതുപോലെ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നൊരു സമീപനം മാത്രമേ ഉള്ളൂ. അത് മാറുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകരായിട്ടുള്ള കോറായിട്ടുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരെങ്കിലും സർക്കാരിനെ പ്രേരിപ്പിക്കണം. സർക്കാർ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പ്രേരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. യെസ്, എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും